Hello, good morning. Good morning, ma'am. ഇന്നലത്തേലും കുറവാണല്ലേ കുട്ടികൾ ഇന്ന് വീണ്ടും കുറഞ്ഞു. ഇന്നലെ 27 എങ്ങാണ്ടുണ്ടായിരുന്നു, ഇന്ന് 15 പേരുള്ളൂ. എല്ലാവരും ഈസ്റ്ററിന്റെ പ്രിപ്പറേഷൻസിലായിരിക്കും, അതിനു വേണ്ടിയിട്ട് ഒരുങ്ങിയായിരിക്കും. എനിക്ക് തോന്നുന്നു ചിലരൊക്കെ ചിലപ്പോ വിഷു കഴിഞ്ഞിട്ട് വീടുകളിലൊക്കെ പോയിട്ട് ചിലപ്പോൾ തിരിച്ചെത്തിയിട്ടുണ്ടാവില്ല. എന്തെങ്കിലൊക്കെ ആവട്ടെ. എന്തായാലും നമുക്ക് ഞാൻ ഇന്നലെ പറഞ്ഞു കുറച്ച് എന്തായാലും കിട്ടുന്ന സമയം നമ്മൾ കളയണ്ട, അല്ലെങ്കിൽ ലാസ്റ്റ് ഇയറിന് ഓടേണ്ടി വരും. അതിനേക്കാൾ ഭേദം ഉള്ള സമയം നമ്മൾ യൂട്ടിലൈസ് ചെയ്യുന്നതായിരിക്കും അല്ലെ. അപ്പോ എന്തായാലും 2 മണിക്കൂറല്ലേ നമുക്ക് ക്ലാസ് ഉള്ളൂ, ഏതായാലും നമ്മൾ അത് യൂസ് ചെയ്യാണ്. ഓക്കെ, ഇന്നലെ എടുത്തതൊക്കെ വായിച്ചു നോക്കോ? കുറച്ചെടുത്തോളൂ. ഇന്നലെ ഒരു 1/4 പേജ് 1.4 പേജ് എങ്ങാണ്ടൊക്കെ എടുത്തിട്ടുള്ളൂ, അധികം നമ്മൾ എടുത്തില്ല. ഓക്കെ, വായിച്ചു നോക്കിയോ? ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള സെന്റൻസുകൾ ഞാൻ അണ്ടർലൈൻ ചെയ്യാനും പറയുന്നുണ്ട്. ബിക്കോസ് ഇത് കുറെ കാര്യം ഇങ്ങനെ ഓഡിറ്റിംഗ് എന്തിനു വേണ്ടിയിട്ടാണ് നടത്തുന്നത്? ഒരു ഏത് ഓർഗനൈസേഷൻ ആയാലും ഓഡിറ്റിംഗ് നടത്തുന്നതിന്റെ എയിം അല്ലെങ്കിൽ പർപ്പസ് എന്താണ്? അതായത് ഇവാലുവേറ്റ് ചെയ്യുന്നത്, അതായത് നമുക്ക് നമ്മൾ അറ്റൈൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന, നമ്മൾ ഉദ്ദേശിക്കുന്ന ആ ലക്ഷ്യത്തിലേക്ക് എത്താൻ, അല്ലെങ്കിൽ നമ്മളുടെ ഓർഗനൈസേഷൻ എന്താണോ ഗോള് ലക്ഷ്യം വെച്ചിരിക്കുന്നത്, ആ ഒരു ഗോൾ അറ്റൈൻ ചെയ്യാൻ വേണ്ടി, അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്തൊക്കെ മാറ്റങ്ങൾ നമുക്ക് നമ്മുടെ ഓർഗനൈസേഷൻസിൽ വരുത്തണം അല്ലെ. അപ്പൊ എന്ത് മാറ്റം വരുത്തണമെന്ന് അറിയണമെങ്കിൽ എന്ത് വേണം? നമ്മൾ അതിനെ കുറിച്ച് എന്താണ് ഇപ്പോ നിലവിൽ കറന്റ്ലി എന്താണ് അവിടുത്തെ കാര്യങ്ങൾ എന്ന് മനസ്സിലാക്കണം. അപ്പൊ കറന്റ് പൊസിഷൻ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് എന്ത് ചെയ്യാം, ഓഡിറ്റിംഗ് നടത്തുന്നത്. ഏതൊരു ബിസിനസ് ഓർഗനൈസേഷൻസും അതിന് വേണ്ടിയിട്ട് തന്നെയാണ് ഓഡിറ്റിംഗ് നടത്തുന്നത്. ഇപ്പൊ ഫിനാൻഷ്യൽ സംബന്ധമായിട്ടുള്ള, സാമ്പത്തിക സംബന്ധമായിട്ടുള്ള കാര്യങ്ങളൊക്കെ അറിയണമെങ്കിൽ ഓഡിറ്റിംഗ് വർഷത്തിലൊരിക്കലും നമ്മൾ എന്ത് ചെയ്യും, ഓഡിറ്റിംഗ് നടത്തും. അപ്പൊ സാമ്പത്തികമായിട്ടുള്ള ഉപയോഗം, സമ്പത്തിന്റെ ഉപയോഗം ഏത് രീതിയിലാണ്, എവിടെയെങ്കിലൊക്കെ നമുക്ക് ചില ചെലവുകൾ അല്ലെ, കോസ്റ്റുകളൊക്കെ നമുക്ക്, എക്സ്പെൻസുകളൊക്കെ നമുക്ക് കുറയ്ക്കാൻ പറ്റുമോ, അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തില് മറ്റ് എന്താ പറയാ ക്വാളിറ്റീസ് ഇംപ്രൂവ് ചെയ്താൽ നമുക്ക് കൂടുതൽ ഇതിനേക്കാൾ കൂടുതൽ പ്രോഫിറ്റ് ഉണ്ടാക്കാൻ പറ്റുമോ എന്നുള്ള കാര്യങ്ങൾക്കൊക്കെ ഡിസിഷൻസ് എടുക്കണം. അപ്പൊ നമ്മുടെ കറന്റ് പൊസിഷൻ എന്താണെന്ന് മനസ്സിലാക്കണം അല്ലെ. അപ്പൊ അതിന് വേണ്ടിയിട്ടാണ് ബിസിനസ് സ്ഥാപനങ്ങളൊക്കെ, മറ്റ് ബിസിനസ് സ്ഥാപനങ്ങളൊക്കെ എന്ത് ചെയ്യുന്നത്, അതിന്റെ സാമ്പത്തിക ഇടപാടുകൾ, അതിന്റെ ഫിനാൻഷ്യൽ പൊസിഷൻ മനസ്സിലാക്കാൻ വേണ്ടി, ലാഭനഷ്ട കണക്കുകളൊക്കെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടുള്ള ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റുകളൊക്കെ തയ്യാറാക്കുകയും അതിന്റെ ഓഡിറ്റിംഗ് ഒക്കെ നടക്കുന്നത്. സിമിലർലി ഹോസ്പിറ്റൽ പോലെയുള്ള ബിസിനസ് സ്ഥാപനങ്ങളും, ഹോസ്പിറ്റലും ഇന്നൊരു ബിസിനസ് ആയിട്ടാണ്, കോമ്പറ്റീറ്റീവ് ആയിട്ട് എന്താ പറയാ ഒരു ബിസിനസ് രീതിയിലേക്ക് ഇന്നും നമ്മളുടെ ഹെൽത്ത് കെയർ ഓർഗനൈസേഷൻസ് മാറിക്കഴിഞ്ഞു. അപ്പൊ അവർക്കും അവരുടെ ഹെൽത്ത് കെയറിന്റെ ക്വാളിറ്റി എങ്ങനെ ഇംപ്രൂവ് ചെയ്യാം, പേഷ്യൻസിനെ സാറ്റിസ്ഫൈഡ് എങ്ങനെയാക്കാം, അങ്ങനെ ഒരുപാട് കാര്യങ്ങളിൽ ചിലപ്പോൾ മാറ്റങ്ങൾ കൊണ്ടുവരേണ്ടി വരും. അപ്പൊ ആ മാറ്റങ്ങൾ കൊണ്ടുവരണമെങ്കിൽ ഓരോ ഡിപ്പാർട്ട്മെന്റ്, ഈച്ച് ആൻഡ് എവറി ഡിപ്പാർട്ട്മെന്റും എന്ത് ചെയ്യണം, ഓഡിറ്റ് ചെയ്യപ്പെടണം, അവിടെ ഇവാലുവേറ്റ് ചെയ്യണം, ഈ അസസ്മെന്റുകളൊക്കെ നടത്തണം. അതിന്റെ ബേസിസിൽ എന്തൊക്കെ ചേഞ്ചസ് ഹാവ് ടു ബി ബ്രോട്ട് ഇൻ ടു, എന്തൊക്കെ മാറ്റങ്ങൾ നമുക്ക് കൊണ്ടുവരണം എന്നുള്ളതൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് തന്നെയാണ് പ്രധാനമായിട്ടും ഓഡിറ്റിംഗ് ചെയ്യുന്നത്. അത് തന്നെയാണ് ഇവിടെ തിരിച്ചുമറിച്ചൊക്കെ പറയുന്നത്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞത് അതിനു വേണ്ടിയിട്ട് ഓഡിറ്റിംഗിൽ നമ്മൾ തയ്യാറാക്കുമ്പോൾ അല്ലെങ്കിൽ തയ്യാറെടുക്കുമ്പോൾ നമ്മൾ ഒരു ഓഡിറ്റ് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് തന്നെ, ബിഗിൻ ചെയ്യുന്നതിന് മുമ്പ് തന്നെ പ്രിലിമിനറി ആയിട്ട് എടുക്കേണ്ട ചില സ്റ്റെപ്സ് ഉണ്ട് നമ്മൾ പറഞ്ഞു. അതിനു വേണ്ടിയിട്ട് ഒരു ഇൻഡിക്കേറ്റർ, സൂചകം, അതായത് എന്ത് കോംപ്ലക്സ് ആയിട്ടുള്ള ഒരു കാര്യമാണെങ്കിലും ആ കോംപ്ലക്സ് ഫിനോമിനയെ നമുക്ക് ഡിഫൈൻ ചെയ്യാൻ, അല്ലെങ്കിൽ അതിലേക്ക് കൊണ്ടുവരേണ്ടതായിട്ടുള്ള കാര്യങ്ങളൊക്കെ അല്ലെങ്കിൽ ചേഞ്ചസ് മെഷർ ചെയ്യാനൊക്കെ വേണ്ടിയിട്ട് നമ്മളൊരു ഇൻഡിക്കേറ്റർ ആദ്യം തന്നെ ഫിക്സ് ചെയ്യണം. ഇൻഡിക്കേറ്റർ നമ്മൾ പറഞ്ഞ കഴിഞ്ഞ ക്ലാസ്സിലെ പെർസെന്റേജ് രൂപത്തിൽ നമുക്ക് എന്താ പറയാ അതിനെ റെപ്രസെന്റ് ചെയ്യാം, അല്ലെങ്കിൽ ഒരു നമ്പറായി റെപ്രസെന്റ് ചെയ്യാം, അല്ലെങ്കിൽ ഒരു ആവറേജ് ആയിട്ട് ഒരു റേഷ്യോ, റേറ്റ് ആയിട്ടൊക്കെ നമുക്ക് റെപ്രസെന്റ് ചെയ്യാം എന്ന് പറഞ്ഞു അല്ലെ. അതിനുശേഷം നമ്മൾ ഒരു ക്രൈറ്റീരിയ ആണ് നമ്മളതിനെ, ഒരു മെഷറബിൾ ആസ്പെക്ട്, നമുക്ക് മെഷർ ചെയ്യാൻ പറ്റുന്ന ഒരു ക്രൈറ്റീരിയ, എന്ത് കാര്യത്തെ കുറിച്ചാണ്. ഇപ്പൊ ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ ഡിപ്പാർട്ട്മെന്റിലെ എന്തെങ്കിലും ഒരു കാര്യത്തെ കുറിച്ചിട്ടാണ്, ഇപ്പോൾ ഇപ്പൊ അവിടെയുള്ള പേഷ്യൻസിന് പ്രൊവൈഡ് ചെയ്യുന്ന മെഡിസിൻസിന്റെ ക്വാളിറ്റിയെ കുറിച്ചിട്ടാണ്. അതാണ് അങ്ങനെ എന്തെങ്കിലും സ്പെസിഫിക് ആയിട്ടുള്ള ക്രൈറ്റീരിയ, അത് നമുക്ക് മെഷറബിൾ ആയിരിക്കണം. മെഷറബിൾ ആയിട്ടുള്ള ഒരു ആസ്പെക്ട്
നമ്മൾ എന്ത് ചെയ്യണം, അതിന്റെ ക്വാളിറ്റി മെഷർ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ അതിന് വേണ്ടിയിട്ട് ഒരു ക്രൈറ്റീരിയ ഡിഫൈൻ ചെയ്യണം. ഓക്കെ, ഇനി അതിനുശേഷം നമ്മൾ തയ്യാറെടുക്കേണ്ടത് ഒരു സ്റ്റാൻഡേർഡ് ഫിക്സ് ചെയ്യാനാണ്. ഈ സ്റ്റാൻഡേർഡ് ഓരോ എന്താ പറയാ ഓരോ ക്രൈറ്റീരിയ അനുസരിച്ച് ഓരോന്നിനും ഓരോ സ്റ്റാൻഡേർഡ് ഫിക്സ് ചെയ്തോളണം. എല്ലാത്തിനും നമ്മളിപ്പോ 100% സ്റ്റാൻഡേർഡ് ഫിക്സ് ചെയ്തിട്ട് ആ 100%ലേക്ക് അറ്റൈൻ ചെയ്യാനായിട്ട് പറ്റുന്നുണ്ടോ എന്ന് നിലവാരം നോക്കാറില്ല. ഓക്കെ, അപ്പൊ ജനറലി എന്ത് ചെയ്യാണ്, ഒരു 80% ഒക്കെ ഫിക്സ് ചെയ്തിട്ടാണ് സാധാരണ ഒരു സ്റ്റാൻഡേർഡ് ഫിക്സ് ചെയ്യുക. പെർസെന്റേജിലായിരിക്കും എപ്പോഴും സ്റ്റാൻഡേർഡ് ഫിക്സ് ചെയ്യുക. അപ്പൊ ഇത്രയും കാര്യം, ഈ 3 കാര്യങ്ങൾ, ഇൻഡിക്കേറ്റർ, ക്രൈറ്റീരിയൻ ആൻഡ് ഓൾസോ സ്റ്റാൻഡേർഡ്, ഇത് 3ഉം നമ്മുടെ ഓഡിറ്റിങ്ങിന് നമുക്ക് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ്. അപ്പൊ ഈ ഓഡിറ്റിംഗ് എന്ന് പറയുന്ന കാര്യത്തെ കുറിച്ച് നമ്മൾ ഡിഫൈൻ ചെയ്തു, എന്ത് പ്രോബ്ലം ആണ് എന്ന് സെലക്ട് ചെയ്യുന്നത്, അത് ചെയ്തു, അല്ലെങ്കിൽ അത് എന്തിനു വേണ്ടിയിട്ടാണ്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഡിസിഷൻസ് ഒക്കെ എടുത്തതിന് ശേഷം നമ്മൾ ഫിക്സ് ചെയ്യേണ്ട 3 കാര്യങ്ങളാണ് ഈ സൂചകങ്ങളും ക്രൈറ്റീരിയനും അതുപോലെ തന്നെ നമ്മുടെ സ്റ്റാൻഡേർഡും. ഓക്കെ, അപ്പൊ ഇതുവരെയാണ് കഴിഞ്ഞ ദിവസം നമ്മൾ പറഞ്ഞു നിർത്തിയത്. ക്ലിയർ ആയിരുന്നല്ലോ? ഒന്നുകൂടിയൊക്കെ വായിച്ചു നോക്കിയില്ലേ? നമ്മൾ ഞാൻ എന്താ പറയാ അണ്ടർലൈൻ ചെയ്യാൻ പറയുന്ന സെന്റൻസുകൾ നന്നായിട്ട് അത് പഠിച്ചു വയ്ക്കുക കേട്ടാ. കാരണം ഇത് അങ്ങനത്തെ ഒരു ചാപ്റ്റർ ആണ്. നമ്മളിപ്പോ ഇത് മുഴുവൻ ഇങ്ങനെ നിങ്ങൾ ഓരോ സെന്റൻസ് ബൈ സെന്റൻസ് കാണാൻ പാടെങ്കിലും വായിച്ച് പഠിച്ചു വെച്ചേക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇതിനകത്ത് എല്ലാം പറയുന്നത് ഇതൊക്കെ തന്നെയാണ്. ഓഡിറ്റിംഗ് എന്ന് പറയുന്ന അസസ്മെന്റ് ആണ്. അതായത് ഓരോ ഡിപ്പാർട്ട്മെന്റിന്റെയും വിലയിരുത്തലുകളാണ്. നമ്മൾ നടത്തിയ കാര്യങ്ങൾ, ചെയ്ത കാര്യങ്ങൾ, ഇപ്പൊ നമ്മൾ ഏത് രീതിയിലാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്, അതിലെന്തെങ്കിലും ഇംപ്രൂവ്മെന്റുകൾ മെച്ചപ്പെടുത്തി കഴിഞ്ഞാൽ ഓർഗനൈസേഷന്റെ സക്സസിലേക്ക് നയിക്കുമെങ്കിൽ തീർച്ചയായിട്ടും ഓഡിറ്റിങ്ങിലൂടെ നമുക്ക് പല മാറ്റങ്ങളും കൊണ്ടുവരാൻ സാധിക്കും എന്നുള്ളതാണ് ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് മുഴുവനും. ഓക്കെ, ഇനിയും പറയാൻ പോകുന്നതൊക്കെ ഏകദേശമൊക്കെ അതൊക്കെ തന്നെയാണ്. ഓക്കെ, ഇനി നെക്സ്റ്റ്, അപ്പൊ നമ്മൾ ഒരു സ്റ്റാൻഡേർഡ് ഫിക്സ് ചെയ്തു, ക്രൈറ്റീരിയ നമ്മൾ ഡിഫൈൻ ചെയ്തു. ഇതൊക്കെ ചെയ്തതിന് ശേഷം ഒരു എന്താ പറയാ ആരൊക്കെയാണ് ഈ പാർട്ടിസിപ്പൻസ് ടു ദിസ് ഓഡിറ്റ്, ഈ ഓഡിറ്റിന് വേണ്ടിയിട്ടുള്ള ആളുകൾ, ഓഡിറ്റ് കൊളാബറേറ്റ് ചെയ്യുന്ന പാർട്ടിസിപ്പൻസ്, നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ ഓരോ പർട്ടിക്കുലർ കാര്യത്തിനും അതിന് ഉതകുന്ന രീതിയിലുള്ള ഓഡിറ്റ് ടീമിനെ സെലക്ട് ചെയ്യണമെന്ന് പറഞ്ഞിരുന്നോ? ഇതല്ലേ ഉദാഹരണമൊക്കെ പറഞ്ഞു അല്ലെ? നമ്മൾ ഇന്നലെ പറഞ്ഞു, ഇപ്പൊ ഹീമോഡയാലിസിസ് നടത്തുകയാണെങ്കിൽ അതിനകത്ത് CVC അല്ലെ, സോറി, നമ്മുടെ ഹീമോഡയാലിസിസ് ഒക്കെ നടത്തുന്ന സമയത്ത് അതിനകത്ത് ആരൊക്കെയാണ് ഉൾപ്പെടുത്തേണ്ടത്? നമ്മൾ ഡയാലിസിസ് നഴ്സ് വേണം, അതുപോലെ തന്നെ നെഫ്രോളജിസ്റ്റ്, കിഡ്നിയുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളൊക്കെ പരിശോധിച്ച് അതിന് മരുന്നുകളൊക്കെ കൊടുക്കുന്ന ആളാണ് അല്ലെ. അപ്പൊ അങ്ങനെ കുറച്ച് ആളുകൾ, അപ്പൊ ആ ഒരു ടീമിൽ ഉൾപ്പെടുത്തേണ്ട ആളുകളെയൊക്കെ നമ്മൾ ഡിസൈൻ ചെയ്തു, അല്ലെങ്കിൽ പാർട്ടിസിപ്പൻസിനെയും ഈ പറയുന്ന ക്രൈറ്റീരിയ, സ്റ്റാൻഡേർഡ് അവരും കൂടി അറിഞ്ഞിരിക്കണം. ആരറിയണം? ആരൊക്കെയാണ് ഓഡിറ്റ് ടീമിലുള്ളത്, ആ പോയിന്റ്സ് അല്ലെങ്കിൽ ആ ക്ലിനിക്കൽ ഓഡിറ്റിനകത്ത് ഉള്ളവർക്ക് എല്ലാവർക്കും തന്നെ, ഈ പാർട്ടിസിപ്പൻസിന് എല്ലാവർക്കും തന്നെ ഇത്തരം ക്രൈറ്റീരിയയും അതുപോലെ തന്നെ ഇൻഡിക്കേറ്ററും സ്റ്റാൻഡേർഡും ഒക്കെ അവർക്ക് കൊടുത്തിരിക്കണം, അല്ലെങ്കിൽ അവർക്കും മനസ്സിലാക്കി കൊടുത്തിരിക്കണം എന്നാണ്. എന്ന് വെച്ചാൽ അതനുസരിച്ചിട്ടാണ് അവര് കൊടുക്കുന്ന ക്വാളിറ്റി, എന്തൊക്കെ രീതിയിലുള്ള ക്വാളിറ്റി ട്രീറ്റ്മെന്റുകൾ കൊടുക്കണം, അല്ലെങ്കിൽ ആ ഓഡിറ്റിന്റെ ഫൈനൽ റിസൾട്ട് എന്താണ്, ഫൈനൽ ആയിട്ടുള്ള റിസൾട്ട് ഓഡിറ്റില് അത് നമ്മൾ ഇവാലുവേറ്റ് ചെയ്യുന്നത് ഈ പറയുന്ന ക്രൈറ്റീരിയ, സ്റ്റാൻഡേർഡ് വെച്ചിട്ട് തന്നെയാണ്. അപ്പൊ ദീസ് ആർ ദ പാരാമീറ്റേഴ്സ്. നമുക്ക് ഈ ഓഡിറ്റിന്റെ ആ ഒരു ക്വാളിറ്റി മെഷർ ചെയ്യാനുള്ള പാരാമീറ്റേഴ്സ് തന്നെയാണ് ഈ ക്രൈറ്റീരിയനും അതുപോലെ തന്നെ സ്റ്റാൻഡേർഡ്സും ഇൻഡിക്കേറ്റേഴ്സും ഒക്കെ. സോ ഇറ്റ് ഷുഡ് ബി കമ്മ്യൂണിക്കേറ്റഡ് ടു ദ പാർട്ടിസിപ്പന്റ് ടീംസ്. ഈ ഓഡിറ്റ് ടീമിനകത്ത് ഉള്ള ആ പാർട്ടിസിപ്പൻസിനൊക്കെ ഇതിനെ കുറിച്ചിട്ടുള്ള കാര്യങ്ങൾ എന്ത് ചെയ്യണം, വ്യക്തമാക്കി കൊടുത്തിരിക്കണം. ഓക്കെ, അപ്പൊ ഈ സെലക്ഷൻസ് ഓഫ് സ്റ്റാൻഡേർഡ് അല്ലെങ്കിൽ ക്രൈറ്റീരിയ ഒക്കെ കഴിഞ്ഞു കഴിഞ്ഞാൽ അതിനകത്ത് ഉള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങളൊക്കെ തന്നെ ഈ പാർട്ടിസിപ്പൻസുമായിട്ട് ഷെയർ ചെയ്തിരിക്കണം. ദാറ്റ് വിൽ ബി ദ റിസൾട്ട് ഓഫ് ദ ഓഡിറ്റ്. ഓഡിറ്റിന്റെ ഫൈനൽ റിസൾട്ട് അതിന്റെ ബേസിസിലായിരിക്കും. ഇതിന്റെ ബേസിസിലായിരിക്കും ബേസ്ഡ് ഓൺ ദ ക്രൈറ്റീരിയ, ദാറ്റ് മീൻസ് ക്രൈറ്റീരിയ ആൻഡ് സ്റ്റാൻഡേർഡ്സ് വിച്ച് ഇസ് നോൺ ആസ് ദ പാരാമീറ്റേഴ്സ്. ഈ പാരാമീറ്റേഴ്സിന്റെ ബേസിസിലായിരിക്കും കേട്ടോ. അപ്പൊ ആ സെന്റൻസ് ഒന്നങ്ങോട്ട് അണ്ടർലൈൻ ചെയ്ത് വെക്കാം. ഏതാണ്? ദ quality of care provided, the quality of care provided, that means the final result of the audit, okay, will be evaluated on the basis of comparison with these parameters. Are these parameters എന്ന് പറയുന്നത് ഏതൊക്കെയാ? ക്രൈറ്റീരിയയും സ്റ്റാൻഡേർഡും ആണ് കേട്ടോ. നമ്മൾ അത് മനസ്സിലാക്കിക്കൊള്ളണം. സെന്റൻസിൽ പറയുമ്പോൾ അവിടെയും കൊണ്ടൊന്നും റിപ്പീറ്റ് ചെയ്യാൻ പറ്റില്ല. അവിടെ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട് ക്രൈറ്റീരിയ ആൻഡ് സ്റ്റാൻഡേർഡ് നമ്മൾ സെലക്ട് ചെയ്യണം. അത് മോസ്റ്റ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പോയിന്റ് ആണ് ഓഡിറ്റിലെ. എന്നാൽ ഓഡിറ്റിന്റെ ഫൈനൽ റിസൾട്ട് ബേസ് ചെയ്യുന്നത് ഈ പാരാമീറ്റേഴ്സിലാണ്. ഏത് പാരാമീറ്റേഴ്സിലാണ്? ക്രൈറ്റീരിയ, സ്റ്റാൻഡേർഡ് എന്നീ പാരാമീറ്റേഴ്സിലാണ്. അതൊന്ന് അണ്ടർലൈൻ ചെയ്ത് വെക്കാം. ഓക്കെ, ആ ബീസ് എന്നുള്ളത് മറക്കണ്ട. ഇതിനെ കുറിച്ച് പറയുന്നത് ക്രൈറ്റീരിയ, സ്റ്റാൻഡേർഡ് എന്നിവയെ കുറിച്ചിട്ടാണ് പറയുന്നത്. ഓക്കെ, അണ്ടർലൈൻ ചെയ്തല്ലോ. ശരി,
ഇനി നമുക്ക് ഫ്രം വേർ വി വിൽ ഗെറ്റ് സച്ച് ക്രൈറ്റീരിയാസ് ആൻഡ് സ്റ്റാൻഡേർഡ്. നമ്മളൊരു സ്റ്റാൻഡേർഡ് ഫിക്സ് ചെയ്യണം, അല്ലെങ്കിൽ അതിനുവേണ്ടി ഒരു ക്രൈറ്റീരിയ, ഒരു മെഷറബിൾ ആയിട്ടുള്ള ഒരു ആസ്പെക്ട് നമ്മൾ സെലക്ട് ചെയ്യണം എന്നൊക്കെ നമ്മൾ പറഞ്ഞു. ഫ്രം വേർ ക്യാൻ ബി ഒബ്റ്റെയിൻ, അത് നമുക്ക് എവിടെ നിന്ന് കിട്ടും, അത് എവിടെ നിന്നാണ്? സോ ഇതിനു വേണ്ടിയിട്ടുള്ള ക്രൈറ്റീരിയാസ് അല്ലെങ്കിൽ ഒരു ഓഡിറ്റ് നമ്മൾ നടത്തുന്നതിന് മുമ്പ് ഈ പറയുന്ന സൂചകങ്ങൾ അല്ലെങ്കിൽ ക്രൈറ്റീരിയാസ് സ്റ്റാൻഡേർഡ് നമ്മൾ ഫിക്സ് ചെയ്യുന്നതിന് മുമ്പ് അത് നമ്മൾ ഏതുമായിട്ട് മാച്ച് ചെയ്ത് അല്ലെങ്കിൽ എന്തിന്റെ ബേസിസിലാണ് നമ്മൾ ആ തെരഞ്ഞെടുപ്പ് തെരഞ്ഞെടുക്കേണ്ടത് എന്ന് നമുക്ക് അറിഞ്ഞിരിക്കണം. ഇറ്റ് ക്യാൻ ബി ബേസ്ഡ് ഓൺ ഇന്റർനാഷണൽ ഗൈഡ് ലൈൻസ്. ഇന്റർനാഷണൽ എന്ന് പറഞ്ഞാൽ പുറത്ത് വിദേശത്തുള്ള ആളുകളൊക്കെ ഫോളോ ചെയ്യുന്ന ഗൈഡ് ലൈൻസ് ഒക്കെ നമുക്ക് വേണമെങ്കിൽ റെഫർ ചെയ്ത് നോക്കാം. മനസ്സിലായോ? ഇപ്പൊ ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ വിഭാഗം അല്ലെങ്കിൽ ഒരു പർട്ടിക്കുലർ ഡിപ്പാർട്ട്മെന്റില് ഓഡിറ്റിംഗ് നടത്തുന്ന സമയത്ത് ആ ഒരു പ്രത്യേക സാഹചര്യത്തില് മറ്റ് വിദേശീയര് അല്ലെങ്കിൽ വിദേശത്തുള്ള ഹോസ്പിറ്റൽസ് വിച്ച് ഗൈഡ് ലൈൻസ് ആർ ഫോളോഡ്, അവർ ഫോളോ ചെയ്യുന്ന ഗൈഡ് ലൈൻസ് എന്താണ്, അപ്പൊ അതിന്റെ ബേസിസില് അറിയാലോ. മനസ്സിലാവുന്നുണ്ടോ പറയുന്നത്? അപ്പൊ നമ്മൾ അതിന് വേണ്ടി തെരഞ്ഞെടുക്കുന്ന ആ ക്രൈറ്റീരിയം സ്റ്റാൻഡേർഡ് തെരഞ്ഞെടുക്കുമ്പോൾ അത് ഇന്റർനാഷണൽ ആയിട്ടുള്ള ഗൈഡ് ലൈൻസ് ഫോളോ ചെയ്യാം. അതിന്റെ ബേസിസിൽ പിന്നെ സയന്റിഫിക് ആയിട്ടുള്ള മറ്റ് റിസർച്ച് ചെയ്തിട്ടുള്ള മറ്റ് ലിറ്ററേച്ചേഴ്സ് ഒക്കെ ആളുകൾ ഉണ്ടാക്കി എഴുതി വെച്ചിട്ടുണ്ടായിരിക്കും. അത് പിന്നെ എക്സ്പേർട്ട് ആയിട്ടുള്ള കോൺസെൻസസ് എന്ന് വെച്ചാൽ ബിഫോർ നേരത്തെ എക്സ്പേർട്ടുകളൊക്കെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന അത്തരം ഡാറ്റാസിൽ നിന്ന് നമുക്ക് കളക്ട് ചെയ്യാം. പിന്നെ മാത്രമല്ല ഡാറ്റാസ് വിച്ച് ക്യാൻ ബി ഒബ്റ്റെയിൻ ഫ്രം അതർ ഹെൽത്ത് കെയർ ഇൻസ്റ്റിറ്റ്യൂഷൻസ്, മറ്റ് ഹെൽത്ത് കെയർ ഇൻസ്റ്റിറ്റ്യൂഷൻസ്, എബ്രോഡൊന്നും അല്ലാത്ത ഇന്റർനാഷണൽ അല്ലാത്ത നാട്ടിൽ തന്നെയുള്ള മറ്റ് ഹെൽത്ത് കെയർ ഫെസിലിറ്റീസ്, അല്ലെങ്കിൽ മാത്രമല്ല പേഴ്സണൽ കേസ് സ്റ്റഡീസ്, വ്യക്തിപരമായിട്ട് ആരെങ്കിലും ഒക്കെ ചിലപ്പോൾ അത്തരം കാര്യങ്ങളെ കുറിച്ചിട്ട് പഠനങ്ങളൊക്കെ നടത്തിയിട്ടുണ്ടായിരിക്കും. പേഴ്സണൽ ആയിട്ട് റിസർച്ചേഴ്സ്, ഡോക്ടേഴ്സ് തന്നെ റിസർച്ചേഴ്സ് ആയിട്ട് പഠനങ്ങൾ നടത്തുന്നവരുണ്ട്. നമ്മൾ മറ്റുള്ളവരിൽ വ്യത്യസ്തമാകുന്നത് എങ്ങനെയാണ്? നമ്മൾ സ്വന്തമായിട്ട് നമ്മളുടെ തന്നെ ബുദ്ധിയിലും മറ്റേ എന്താ പറയാ കഴിവിലും ഒക്കെ നമ്മൾ എന്തെങ്കിലും പ്രൂവ് ചെയ്യുമ്പോഴാണ്, അല്ലെ, തെളിയിക്കുമ്പോഴല്ലേ ായിട്ടുള്ള ചില ആളുകൾ ഇത്തരം കാര്യങ്ങളെ കുറിച്ചിട്ടുള്ള സ്റ്റഡീസ് ഒക്കെ നടത്തി അവര് അതിൽ നിന്നും ഡിറൈവ് ചെയ്ത് വെച്ചിരിക്കുന്ന ഡാറ്റാസ് എവിടെയെങ്കിലൊക്കെ ഉണ്ടായിരിക്കും. അപ്പൊ ഈ പറയുന്ന സ്റ്റാൻഡേർഡ്സും ക്രൈറ്റീരിയയും നമ്മൾ സെലക്ട് ചെയ്തു. വി ക്യാൻ ഓൾസോ ഒബ്റ്റെയിൻ ഇറ്റ് ഫ്രം ദീസ് സോഴ്സസ്. ഈ സോഴ്സുകളൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് വേണമെങ്കിൽ സമീപിക്കാം. അവിടെ നിന്നൊക്കെ കാര്യങ്ങളൊക്കെ വായിച്ചോ കേട്ടോ കണ്ടോ ഒക്കെ മനസ്സിലാക്കി നമുക്ക് നമ്മുടെ ഈ ഓഡിറ്റിന് വേണ്ട ക്രൈറ്റീരിയയും സ്റ്റാൻഡേർഡും ഫിക്സ് ചെയ്യാൻ പറ്റും. ക്ലിയർ ആയോ പറഞ്ഞത് എന്താന്ന്? സോ നമ്മൾ സെലക്ടിങ് ഓർ ഡിഫൈനിങ് എ ക്രൈറ്റീരിയ ഓർ സ്റ്റാൻഡേർഡ്, സ്റ്റാൻഡേർഡും ക്രൈറ്റീരിയ നമ്മൾ ഡിഫൈൻ ചെയ്യുമ്പോഴോ സെലക്ട് ചെയ്യുമ്പോഴൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, വി ക്യാൻ ഡിറൈവ് ഇറ്റ് ഫ്രം ഇന്റർനാഷണൽ ഗൈഡ് ലൈൻസ്, സയന്റിഫിക് ലിറ്ററേച്ചേഴ്സ്, എക്സ്പെർട്ട് കോൺസെൻസസ് ആൻഡ് ഓൾസോ ഡാറ്റാസ് വിച്ച് ആർ ഒബ്റ്റെയിൻഡ് ഫ്രം അവർ ഹെൽത്ത് കെയർ ഇൻസ്റ്റിറ്റ്യൂഷൻസ്. നമ്മളുടെ തന്നെ ഹെൽത്ത് കെയർ ഇൻസ്റ്റിറ്റ്യൂഷൻസ്, നമ്മളുടെ നാട്ടിലുള്ളവരുടെയൊക്കെ തന്നെ. ഓക്കെ, ഇനി മാത്രമല്ല പേഴ്സണൽ ആയിട്ടുള്ള കേസ് സ്റ്റഡീസിൽ നിന്നൊക്കെ നമുക്ക് ഈ പറയുന്ന കാര്യങ്ങളെ റെഫർ ചെയ്ത് നമ്മുടെ ക്രൈറ്റീരിയ അല്ലെങ്കിൽ സ്റ്റാൻഡേർഡ് ഫിക്സ് ചെയ്യാൻ സാധിക്കും. ആൻഡ് പറയുന്നു ദ സ്ട്രോങ്ങർ ദ എവിഡൻസ്, നമ്മുടെ ഓഡിറ്റിനെ ശക്തിപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ടുള്ള എവിഡൻസുകൾ. അപ്പൊ നമ്മൾ നടത്തുന്ന ഓഡിറ്റ് എന്തിനെ സംബന്ധിക്കുന്നതാണെങ്കിലും അതിനുവേണ്ടി നമ്മൾ സെലക്ട് ചെയ്യുന്ന എവിഡൻസുകൾ എന്താണ്, വളരെ എന്താ പറയാ നല്ലതാണെങ്കിൽ, നല്ല രീതിയിൽ സ്ട്രോങ്ങർ ആയിട്ടുള്ള എവിഡൻസുകൾ ആണെങ്കിൽ എന്ത് പറ്റും, മോർ വിൽ ബി ദ റിസൾട്ട്സ്. നമുക്കറിയാം അതിൽ നിന്ന് കിട്ടുന്ന റിസൾട്ടുകൾ, അതിന്റെ ഫലം അല്ലെങ്കിൽ ആ ഉത്തരം ഔട്ട്കം ഉണ്ടല്ലോ, നമ്മൾ നടത്തിയ ഓഡിറ്റിന്റെ ആ ഒരു പ്രതിഫലനം അല്ലെങ്കിൽ ഫലം എന്ന് പറയുന്നതും എന്താ പറയാ നമ്മളുടെ ക്ലിനിക്കൽ പ്രാക്ടീസസിൽ നിന്ന് നമുക്ക് ഉണ്ടാക്കുന്ന ആ ഒരു കാര്യങ്ങളിൽ നമുക്ക് റിലയബിൾ ആണ്. റിലയബിൾ എന്ന് പറഞ്ഞാൽ എന്താ, ഡിപ്പെൻഡബിൾ ആണ്. നമുക്ക് കൂടുതൽ ആശ്രയിക്കാം. കാരണം നമ്മൾ എത്ര നല്ല ക്ലിയർ ആയിട്ടുള്ള അല്ലെങ്കിൽ നല്ല എവിഡൻസുകൾ, സ്ട്രോങ് ആയിട്ടുള്ള എവിഡൻസുകൾ നമ്മുടെ ഓഡിറ്റിന് വേണ്ടി നമ്മൾ സെലക്ട് ചെയ്യുമ്പോൾ അതിനോട് മാച്ച് ചെയ്യുന്ന രീതിയിൽ നമ്മുടെ ക്ലിനിക്കൽ പ്രാക്ടീസസ് നമ്മൾ കൊണ്ടുവരാനായിട്ട് ശ്രമിക്കും, അല്ലെ? അപ്പൊ അത്രയും നല്ലൊരു റിസൾട്ട് അല്ലേ ശരിക്കും പറഞ്ഞ് കിട്ടുക. മാത്രമല്ല ഇനി ഫ്യൂച്ചർ റെഫറൻസുകൾക്ക് നമുക്കത് റിലയബിൾ ആണ്. വി ക്യാൻ ഡിപെൻഡ് അപ്പോൺ ദാറ്റ് പർട്ടിക്കുലർ ഡാറ്റ. ആ ഒരു ഡാറ്റയെ നമുക്ക് പിന്നീടുള്ള ആവശ്യങ്ങൾക്കും ഉപയോഗിക്കാനായിട്ട് പറ്റും. മനസ്സിലായോ? അപ്പൊ വി ഷുഡ് സെലക്ട് എ സ്ട്രോങ് എവിഡൻസ്. നമ്മളപ്പോ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ റെഫർ ചെയ്തിട്ട് നമ്മൾ അതിന് വേണ്ടിയിട്ടുള്ള സോഴ്സുകളൊക്കെ നമ്മൾ തെരഞ്ഞു പോകുമ്പോൾ സ്ട്രോങ് ആയിട്ടുള്ള എവിഡൻസുകൾ നമ്മൾ സെലക്ട് ചെയ്യാനായിട്ട് ശ്രമിക്കണം. സോ ദാറ്റ് വി ക്യാൻ ഗെറ്റ് ബെറ്റർ റിസൾട്ട്സ്. അതിന് നല്ല റിസൾട്ടുകളും കൊണ്ടുപിടിക്കാനായിട്ട് അല്ലെങ്കിൽ കൊണ്ടുവരാനായിട്ട് സാധിക്കും എന്നുള്ളതാണ്. ഓക്കെ, സോ ഇനി ടു ഡിഫൈൻ എ ക്ലിനിക്കൽ ഓഡിറ്റ്. നമുക്കറിയാം ക്ലിനിക്കൽ ഓഡിറ്റ് ഡിസൈൻ ചെയ്യുക അല്ലെങ്കിൽ ഡിഫൈൻ ചെയ്യുക എന്നുള്ളത് വളരെ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് നമ്മളൊരു സ്റ്റാൻഡേർഡ് ഓർ ക്രൈറ്റീരിയ നമ്മൾ ചെയ്യുന്നത്, ഫിക്സ് ചെയ്യുന്നത്, അല്ലെ? ഇറ്റ് ഈസ് ദ ഇമ്പോർട്ടന്റ് തിങ്.
സ്റ്റാൻഡേർഡ് ഫിക്സ് ചെയ്യാം, അതുപോലെ തന്നെ ക്രൈറ്റീരിയ സെലക്ട് ചെയ്യുക എന്നുള്ളത് ഇറ്റ്സ് ഇമ്പോർട്ടന്റ് തിങ്. ആൻഡ് these criteria and also standards should be shared with the colleagues prior to the review of collecting data. ഈ ഡാറ്റ കളക്ട് ചെയ്യുന്നതിന് മുമ്പ് ഇങ്ങനെ ഒരു ക്രൈറ്റീരിയ അല്ലെങ്കിൽ ഇങ്ങനെ ഒരു സ്റ്റാൻഡേർഡ് ആണ് കേട്ടോ നമ്മുടെ ഓഡിറ്റിങ്ങിന് വേണ്ടി നമ്മൾ സെലക്ട് ചെയ്തിരിക്കുന്നത് എന്നുള്ളത് കമ്മ്യൂണിക്കേറ്റ് ചെയ്തിരിക്കണം, അവരെ കൂടി അറിയിച്ചിരിക്കണം. കൊളീഗ്സ് മീൻസ് കോവർക്കേഴ്സ് അല്ലെ, നമ്മുടെ ആ ഓഡിറ്റ് ടീമിൽ പങ്കെടുക്കാൻ പോകുന്ന അവരെ കൂടി അറിയിച്ചിരിക്കണം എന്നാണ് പറയുന്നത്. അല്ലാതെ നമ്മളുടെ മനസ്സിലെ ക്രൈറ്റീരിയ സ്റ്റാൻഡേർഡ് ഒക്കെ ഉണ്ട്. പാർട്ടിസിപ്പൻസ് ഇൻ ദ ടീമിനകത്ത് ഓഡിറ്റ് ടീമിനകത്തുള്ള ബാക്കി പാർട്ടിസിപ്പൻസിന് അതിനെ കുറിച്ച് അറിവില്ല എങ്കിൽ അത് ബുദ്ധിമുട്ടാണ്. ഓക്കെ, അപ്പൊ അവരെ കൂടി അത് അറിഞ്ഞിരിക്കണം. ബിക്കോസ് അങ്ങനെ ഉണ്ടാകുമ്പോൾ ഈ വെരിഫിക്കേഷന്റെ സമയത്ത് വെരിഫൈങ് ദ തിങ്സ്, എന്ത് കാര്യങ്ങളാണ് അവർ വെരിഫൈ ചെയ്യുന്നത് അല്ലെങ്കിൽ അവർ ഓഡിറ്റ് ചെയ്യുന്ന അത്തരം സമയങ്ങളിൽ they can make some changes. അവർക്ക് പറഞ്ഞിരിക്കുന്ന ക്രൈറ്റീരിയസ് കൊടുത്തിട്ടുണ്ടല്ലോ, അവരെയും കമ്മ്യൂണിക്കേറ്റ് ചെയ്തിരിക്കുന്നതുകൊണ്ട് അവർക്ക് തന്നെ എന്തെങ്കിലും തരത്തിലുള്ള മാറ്റങ്ങൾ കൊണ്ടുവരാൻ പറ്റും എന്നുള്ളതാണ് ഒരു പ്രത്യേകത. അതിന് വേണ്ടിയിട്ടാണ് അവരെ കൂടി കമ്മ്യൂണിക്കേറ്റ് ചെയ്യണമെന്ന് പറഞ്ഞിരിക്കുന്നത്. ക്ലിയർ ആയോ? മനസ്സിലായോ? അപ്പൊ അതിനകത്ത് ഞാൻ പറയുന്ന സെന്റൻസുകൾ ഒന്ന് 2-3 സെന്റൻസ് ഇമ്പോർട്ടന്റ് ആണ്. ഒന്ന്, the sources from which criteria and standards can be derived may be international guidelines, scientific literature, expert consensus, data obtained by other healthcare facilities and personal case studies. ആ സെന്റൻസ് അണ്ടർലൈൻ ചെയ്യാം. ഓക്കെ, നെക്സ്റ്റ് അടുത്തത് നമുക്ക് പറയേണ്ടത് ടു ഡിസൈൻ ആൻ ഇഫക്റ്റീവ് ക്ലിനിക്കൽ ഓഡിറ്റ്. അതുകൊണ്ടോ സെന്റൻസ് 1, 2, 3, 4, 5 ആറാമത്തെ വരിയിലാണ്. ആറാമത്തെ വരിയിലുണ്ട്. ടു ഡിസൈൻ ആൻ ഇഫക്റ്റീവ് clinical audit, it is important that the standard and criteria be shared with colleagues prior to the review of collected data. Prior to the review of collected data. Okay. സെന്റൻസിന് ഇച്ചിരി വലിപ്പം കൂടുതലുണ്ടെന്ന് മാത്രമേ ഉള്ളൂ. ആ 2 സെന്റൻസുകൾ ഒന്ന് അണ്ടർലൈൻ ചെയ്തോ? കഴിഞ്ഞോ? ഓക്കെ, after that, അപ്പൊ നമ്മൾ ക്രൈറ്റീരിയ നമ്മൾ സെലക്ട് ചെയ്തു, സ്റ്റാൻഡേർഡ് ഫിക്സ് ചെയ്തു. ആഫ്റ്റർ ദാറ്റ് ദ ഓഡിറ്റ് ടീം ഷുഡ് ഓൾസോ ഡിഫൈൻ ദ ഇന്റർവെൻഷൻ ഓഫ് സ്ട്രാറ്റജീസ്. അതായത് ഈ ഒരു എന്താ പറയാ ഓഡിറ്റിന് വേണ്ടിയിട്ട് നമുക്ക് തിരഞ്ഞെടുക്കാവുന്ന ചില സ്ട്രാറ്റജീസ്, ഏത് രീതിയിൽ സ്ട്രാറ്റജി ഫോളോ ചെയ്ത് നമുക്ക് ആ ഒരു ഓഡിറ്റിംഗ് ഇംപ്ലിമെന്റ് ചെയ്യാം. ഇനി മാത്രമല്ല, വാട്ട് വിൽ ബി ദ ഡിസ്ക്രിപ്പൻസീസ് വിച്ച് എൻ്റർ ഇൻ ടു ദ ആക്ച്വൽ സ്റ്റാൻഡേർഡ് ആൻഡ് ആക്ച്വൽ. നമുക്ക് ഈ ക്ലിനിക്കൽ പ്രാക്ടീസിലേക്ക് നമ്മൾ കൊണ്ടുവരുന്ന ക്രൈറ്റീരിയയുടെ ഇടയിലേക്ക് മറ്റേതെങ്കിലും തരത്തിലുള്ള ഡിസ്ക്രിപ്പൻസീസ് എന്ന് പറഞ്ഞാൽ എന്താ, ഇങ്ങനെ നുഴഞ്ഞു കയറുക എന്നൊക്കെ നമ്മൾ പറയില്ലേ, അല്ലെങ്കിൽ അതായത് മറ്റേതെങ്കിലും തരത്തിലുള്ള കാര്യങ്ങളൊക്കെ അതിന്റെ അകത്തേക്ക് വരുമ്പോൾ നമുക്ക് എന്ത് ചെയ്യും, നമ്മുടെ സ്റ്റാൻഡേർഡ് നമ്മുടെ ആക്ച്വൽ ക്ലിനിക്കൽ പ്രാക്ടീസും അതുപോലെ നമ്മൾ എന്താ പറയാ നേരത്തെ മനസ്സിലാക്കി വെച്ചിരിക്കുന്ന ഫിക്സ് ചെയ്തിരിക്കുന്ന സ്റ്റാൻഡേർഡുമായിട്ടൊക്കെ നമുക്ക് കമ്പയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ മറ്റ് രീതിയിലുള്ള കാര്യങ്ങളൊന്നും ഇതിനകത്ത് നുഴഞ്ഞു കയറാതെ നമ്മുടെ സ്ട്രാറ്റജിക്ക് അനുസരിച്ച് ഓഡിറ്റ് ടീം കറക്റ്റ് ആയിട്ട് എന്തൊക്കെ കാര്യങ്ങളാണ് ഫോളോ ചെയ്യേണ്ടതെന്ന് മനസ്സിലാക്കിയിരിക്കണം, ആക്ച്വലും സ്റ്റാൻഡേർഡുമായിട്ട് കമ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട്. ഓക്കെ, ഇനി അതാണ് പറയുന്നത്, ഈ സ്റ്റാൻഡേർഡ് ഷുഡ് ബി ക്ലിയർലി കമ്മ്യൂണിക്കേറ്റഡ്, വളരെ ക്ലിയർ ആയിട്ട് ഷെയർ ചെയ്തിരിക്കണം ആരുമായിട്ട്, ഓഡിറ്റ് ടീമുമായിട്ട്. ആൻഡ് ഓൾസോ അക്കോർഡിംഗ് ടു ദ സ്ട്രക്ചേർഡ് അൽഗോരിതംസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൃത്യമായ കണക്കുകളും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് ക്ലിയർ ആയിട്ട് ഷെയർ ചെയ്തിരിക്കണം ഓരോ സ്ട്രാറ്റജീസും. എന്ത് കാര്യം തീരുമാനമെടുക്കുമ്പോഴും ഓഡിറ്റ് ടീമിലുള്ള എല്ലാവരും അത് അറിഞ്ഞിരിക്കണം. കൺക്ലൂഷന് നമുക്ക് അങ്ങനെ പറയാം. എന്ത് സ്ട്രാറ്റജി ഫോളോ ചെയ്യുന്നുണ്ടോ, എന്ത് ക്രൈറ്റീരിയ തിരഞ്ഞെടുക്കുന്നുണ്ടോ, സ്റ്റാൻഡേർഡ് ഫിക്സ് ചെയ്യുന്നുണ്ടോ, ഓൾ ഷുഡ് ബി ക്ലിയർലി ഷെയർഡ് ടു ദ ടീമിന് ഷെയർ ചെയ്തിരിക്കണം. അത്രേ ഉള്ളൂ അതിനകത്ത്. ഓക്കെ, ാണ് വീണ്ടും എന്നൊക്കെ തന്നെ നേരത്തെ പറഞ്ഞത്. അതിപ്പോ നമ്മൾ അണ്ടർലൈൻ ചെയ്താണ്, നമുക്ക് വീണ്ടും അത് അണ്ടർലൈൻ ചെയ്യേണ്ട ആവശ്യമില്ല. ഓക്കെ, അതൊരു കൺക്ലൂഷൻ പോലെ പറഞ്ഞു എന്ന് മാത്രം. ഇനി അപ്പൊ നമ്മൾ ഫസ്റ്റ് സ്റ്റെപ്പ് പറഞ്ഞു, സെക്കൻഡ് സ്റ്റെപ്പ് പറഞ്ഞു, തേർഡ് സ്റ്റെപ്പ് എന്താ, ഇനി ഓഡിറ്റിംഗിൽ വരുന്ന മൂന്നാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഡാറ്റ കളക്ഷൻ ആണ്. ഡാറ്റ കളക്ട് ചെയ്യാം. അപ്പൊ ഡാറ്റ കളക്ട് ചെയ്യാനായിട്ട് ക്ലിനിക്കൽ ഡാറ്റ ക്യാൻ ബി കളക്ടഡ് ഐദർ ബൈ retrospective method or prospective
മെത്തേഡ് ഏതെങ്കിലും ഒരു രീതിയിൽ നമുക്ക് തിരഞ്ഞെടുക്കാം. റെട്രോസ്പെക്റ്റീവ് മാനറിലോ അല്ലെങ്കിൽ പ്രോസ്പെക്റ്റീവ് മാനറിലോ ക്ലിനിക്കൽ ഓഡിറ്റിന് വേണ്ടിയിട്ടുള്ള ഡാറ്റാസ് ക്യാൻ ബി കളക്ട് ചെയ്യാം. റെട്രോസ്പെക്റ്റീവ് പ്രോസ്പെക്റ്റീവ് ഒക്കെ നമ്മൾ പറഞ്ഞാണ് അല്ലെ. എന്താ റെട്രോസ്പെക്റ്റീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതായത് പൂർവ്വകാലാടിസ്ഥാനത്തിലുള്ള മറ്റു രേഖകളും മറ്റു കാര്യങ്ങളൊക്കെ പരിശോധിച്ച് നമുക്ക് എന്താ പറയാ അതും ആശ്രയിച്ചിട്ട് നമുക്ക് ഡാറ്റാസ് കളക്ട് ചെയ്യാം. പ്രോസ്പെക്റ്റീവ് എന്ന് പറഞ്ഞാൽ ഫ്യൂച്ചറിലേക്ക് കൂടി വരാൻ വേണ്ടിയിട്ട് നിലവിലുള്ള എവിടെന്നെങ്കിലുമൊക്കെ സ്വന്തമായിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, നടന്ന് ഡാറ്റാസ് പല സ്ഥലങ്ങളിൽ നിന്നും എന്താ പറയാ കളക്ട് ചെയ്യുന്നു എന്നുള്ളതാണ്. അത് ഓൾറെഡി ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ഡാറ്റ അല്ല, നമ്മളുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി നമ്മളത് പോയി കണ്ടുപിടിക്കുന്നു. അത് ഓൾറെഡി റിട്ടേൺ ആയിട്ടുള്ള അല്ലെങ്കിൽ ഏതെങ്കിലും ഹാർഡ്വെയറോ സോഫ്റ്റ്വെയറോ ആയിട്ട് നേരത്തെ കൂടി സ്റ്റോർ ചെയ്ത് വെച്ചിട്ടില്ല എന്നുള്ളതാണ് പ്രോസ്പെക്റ്റീവ് ഡാറ്റയുടെ പ്രത്യേകത. അപ്പൊ ഏത് രീതിയിൽ വേണമെങ്കിലും കളക്ട് ചെയ്യാം. ഇറ്റ് ഡിപ്പെൻഡ്സ് അപ്പോൺ ദ ടീമിന്റെ ഇതിനനുസരിച്ചിരിക്കും, ഓർഗനൈസേഷന്റെ നീഡ്സ് അല്ലെ, എന്ത് ആവശ്യത്തിന് വേണ്ടിയിട്ടാണ് ഈ ഓഡിറ്റിംഗ് നടത്തുന്നത് ആ ആവശ്യത്തിനെ ബേസ് ചെയ്തിരിക്കും. സോ വട്ടെവർ ഇറ്റ് മേ ബി. ഇനി എങ്ങനെയാണെങ്കിലും അവർ പറയുന്നു ഫാസ്റ്റ്, അതായത് നേരത്തെ തന്നെ റെട്രോസ്പെക്റ്റീവ് ഡാറ്റയുടെ പ്രത്യേകത എന്താ, ഇറ്റ് ഈസ് കളക്ടഡ് ഏർലിയർ ആൻഡ് ദോസ് ഹു ഹാവ് ടേക്കൺ ഇറ്റ് ആസ് എ സ്റ്റഡി, ഏതെങ്കിലും ഒരു സ്റ്റഡി പർപ്പസിന് വേണ്ടി ആരൊക്കെയോ കളക്ട് ചെയ്തിരിക്കുന്ന ഡാറ്റ, അതാണ് റെട്രോസ്പെക്റ്റീവ് മാനറിൽ നമ്മൾ കളക്ട് ചെയ്യുന്ന ഡാറ്റ എന്ന് പറയുന്നത്. അങ്ങനെ വരുമ്പോൾ അതൊരു ഫാസ്റ്റ് ആയിട്ടുള്ള ഒരു ഡോക്യുമെന്റേഷൻ ആണ്. ഫാസ്റ്റില് ആരൊക്കെയോ പഠിച്ച് ഉണ്ടാക്കി എഴുതി തയ്യാറാക്കി വെച്ചേക്കുന്നത്. ഇത് നമ്മള് ആരെങ്കിലും ഉണ്ടാക്കി വെച്ചേക്കുന്നത് എടുക്കാൻ എന്ത് എളുപ്പ അല്ലെ, എളുപ്പമല്ലേ. നമ്മള് നമ്മുടെ വീടുകളിൽ നമുക്ക് ഫുഡ് ഉണ്ടാക്കാം. എങ്ങനെ ഉണ്ടാക്കാം അല്ലെ, നേരത്തെ നമുക്ക് വിശന്ന് കഴിഞ്ഞാൽ എന്ത് ചെയ്യുമോ എന്തെങ്കിലും ഇരിക്കണ്ടോ നോക്കിയിട്ട് എടുത്തു കഴിക്കാം. അല്ലെങ്കിൽ സ്വന്തമായിട്ട് നമുക്ക് എന്തെങ്കിലും കുഞ്ഞിതാണെങ്കിലും പ്രിപ്പയർ ചെയ്ത് കഴിക്കാം. അവനവന്റെ വിശപ്പ് മാറ്റണം, അത്രയല്ലേ ഉള്ളൂ. പക്ഷെ ഇത് നമുക്ക് രണ്ട് രീതിയിലും ചെയ്യാം. മടി പിടിച്ചു കഴിഞ്ഞാൽ എന്ത് പറ്റും, അവിടെ ഇരിക്കുന്നത് എന്തെങ്കിലും എടുത്ത് കഴിച്ച് അതങ്ങനെ. അതേസമയം എനിക്ക് കുറച്ചുകൂടി സ്വാദിഷ്ടമായിട്ട് ഞാൻ തന്നെ കഴിച്ച ഫ്രഷ് ആയിട്ടുള്ള ഫുഡ് കഴിക്കുന്നത് പറഞ്ഞാൽ ഒത്തിരി ടൈം കൺസ്യൂമിങ് ആണ് അല്ലെ, ഇച്ചിരി സമയമൊക്കെ എടുക്കും, പിന്നെ നമുക്ക് കുറച്ച് മെനക്കെടേണ്ടതുണ്ട് അല്ലെ. അതുപോലെയാണെന്ന് ഈ ക്ലിനിക്കൽ ഡാറ്റ നമ്മൾ കളക്ട് ചെയ്യുമ്പോൾ ഈ രണ്ട് രീതിയും വ്യത്യസ്തമാണ്. റെട്രോസ്പെക്റ്റീവ് ഡാറ്റ ഓൾറെഡി അവിടെ ഡോക്യുമെന്റഡ് ആയിട്ട് ആരൊക്കെയോ പഠനത്തിന് വേണ്ടിയിട്ട് ഉപയോഗിച്ച് ബാക്കി വെച്ചിരിക്കുന്നതാണ്. പഠിച്ച് അവരുടെ ആവശ്യത്തിന് വേണ്ടി അവർ ഉപയോഗിച്ചു. ആൻഡ് അത് അവിടെ സേഫ് ആയിട്ട് എവിടെയോ ഡോക്യുമെന്റഡ് ആയിട്ട് ഉണ്ട്. അത് നമുക്ക് ഈസിലി നമുക്ക് റീച്ചബിൾ ആണ്. പെട്ടെന്ന് തന്നെ പോയി എടുക്കാം അല്ലെ. എന്നിട്ട് നമുക്ക് അത് വെച്ച് നോക്കി നമ്മളുടെ കാര്യങ്ങളൊക്കെ വെച്ച് നമുക്ക് കമ്പയർ ചെയ്ത് നോക്കാം. പക്ഷെ അത് എളുപ്പം നമുക്ക് ഫാസ്റ്റർ ആയിട്ട് നമുക്ക് അത് കിട്ടുമെങ്കിലും ദ ക്വാളിറ്റി ഓഫ് സച്ച് കളക്ടഡ് ഇൻഫർമേഷൻ മേ നോട്ട് ബി ഓപ്റ്റിമൽ എന്ന് പറയുന്നത്, മേ നോട്ട് ബി സ്യൂട്ടബിൾ എന്ന് വെച്ചാൽ നമ്മൾ എങ്ങനെ കളക്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ഡാറ്റനെ നമ്മൾ എന്താ പറയാ ഡിപ്പെൻഡ് ചെയ്യുമ്പോ എന്താ പ്രത്യേകത, അത് എളുപ്പത്തിൽ കിട്ടും എന്നുള്ളത് ഒരു അഡ്വാൻറ്റേജ് ആണ്. പക്ഷേ അത് അത്രയധികം എന്താ പറയുക സൂട്ടബിൾ ആകണമെന്ന് തോന്നുന്നില്ല നമ്മുടെ പഠനങ്ങൾക്ക്. കാരണം ഒരുപാട് സിറ്റുവേഷൻസ് മാറി. അത് ഹോസ്പിറ്റൽസിനെ തന്നെ നിങ്ങൾ ചിന്തിക്കുക, അങ്ങനെ തന്നെ ചിന്തിക്കുക കേട്ടോ. രീതികൾ മാറി, ലോകത്തിന്റെ രീതികൾ മാറി, രോഗമുണ്ടാകാനുള്ള കാരണങ്ങൾ മാറി മാറിയിട്ടില്ലേ? തീർച്ചയായിട്ടും മാറിയിട്ടുണ്ട്. സോ ഒരു 10 വർഷം മുമ്പ് കളക്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ഡാറ്റയെ നമ്മൾ ഡിപ്പെൻഡ് ചെയ്യുമ്പോൾ ഓർക്കണം, അതിനകത്ത് നമുക്ക് സഫീഷ്യന്റ് ആയിട്ടുള്ള ഡാറ്റാസ് ഓർ ഇൻഫർമേഷൻസ് മേ നോട്ട് ബി ദർ. അവിടെ ഉണ്ടാകണമെന്ന് നിർബന്ധമൊന്നുമില്ല, അത് ഇത്രയ്ക്ക് സൂട്ടബിൾ ആകണമെന്ന് നിർബന്ധമൊന്നുമില്ല. പക്ഷെ ജസ്റ്റ് ഒന്ന് നമുക്ക് നോക്കി കമ്പയർ ചെയ്യാം, അല്ലെങ്കിൽ വെരിഫിക്കേഷനോ അസസ്മെന്റിനോ വേണ്ടി ഉപയോഗിക്കാമെന്ന് മാത്രം. എന്നാൽ പ്രോസ്പെക്റ്റീവ് ഓഡിറ്റ്, ആ സ്പെല്ലിംഗ് ഒന്ന് ശരിയാക്കണേ. പ്രോസ്പെക്റ്റീവിന്റെ സ്പെല്ലിംഗ് അവിടെ തെറ്റിപ്പോയിട്ടുണ്ട്. പെർസ്പെക്റ്റീവ് എന്നാണ് എഴുതിയിരിക്കുന്നത്, അത് പ്രോസ്പെക്റ്റീവ് എന്ന് തന്നെ ഒന്ന് കറക്റ്റ് ചെയ്യാം കേട്ടോ. ഇനി പ്രോസ്പെക്റ്റീവ് ഓഡിറ്റിന്റെ പ്രത്യേകത എക്സ്പെൻസീവ് ആണ്. കാരണം എന്താ, നമുക്ക് ഇന്നൊരു കാര്യത്തിന്റെ ഓഡിറ്റിംഗ് നടത്തണമെങ്കിൽ നമ്മൾ ഇന്ന് ഇറങ്ങി തിരിച്ച് പല കാര്യങ്ങളിൽ നിന്നും ഡാറ്റാസ് ചിലപ്പോൾ നേരിട്ട് പേഷ്യൻസിനെ ചെന്ന് കണ്ട് അവരിൽ നിന്നൊക്കെ ഡാറ്റാസ് കളക്ട് ചെയ്യേണ്ടി വരും അല്ലെ. ഇപ്പൊ ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ ഡിപ്പാർട്ട്മെന്റിൽ വരുന്ന പേഷ്യൻസ് വിത്ത് ദേ ആർ സാറ്റിസ്ഫൈഡ് ആണ്, അതിനെ കുറിച്ച് ഒരു ഓഡിറ്റിംഗ് ആണ് നടത്തുന്നത്. നിങ്ങൾക്ക് ഇവിടെ ക്വാളിറ്റി ട്രീറ്റ്മെന്റ് കിട്ടുന്നുണ്ടോ? നിങ്ങൾക്ക് ഈ ഒരു ഡിപ്പാർട്ട്മെന്റിൽ വരുന്ന പേഷ്യൻസ്, ഇപ്പൊ ഒരു കാർഡിയോളജി ഡിപ്പാർട്ട്മെന്റ് ആണെങ്കിൽ അവിടെ ഒരു 100 പേഷ്യൻസ് ഒരു വീക്കിൽ വരുന്നുണ്ടെന്ന് വിചാരിക്കുക, അസ്യൂമിച്ച് അങ്ങനെ വിചാരിക്കുക, നമ്മൾ സങ്കല്പിക്കുക. ഈ 100 പേഷ്യൻസിന്റെ കയ്യിൽ നിന്നും പല രീതിയിലും അവരുടെ ഫീഡ്ബാക്കുകൾ നമ്മൾ കളക്ട് ചെയ്യുന്നു. അപ്പൊ അത് നേരിട്ടാണ്. പക്ഷെ അത് നേരിട്ടെടുക്കുമ്പോൾ അതിന് സമയം എടുക്കും. ചിലപ്പോൾ എല്ലാ 100 പേരും കൂടി ഒരുമിച്ച് ഒരു ദിവസം വരുമൊന്നുമില്ല അല്ലെ. അതിന് ഡേ ബൈ ഡേ ഓരോ ദിവസം വരുന്ന പേഷ്യൻസിന് നമ്മൾ പേഴ്സണലി കണ്ട് അവരിൽ നിന്ന് ഡാറ്റ സ്ട്രിപ്പിംഗ് കളക്ട്. സോ ഇറ്റ് വിൽ ടേക്ക് ടൈം അവിടെ കൂടുതലാണ്. പക്ഷേ ഇറ്റ് വിൽ ബി അക്യുറേറ്റ് ഡാറ്റ. പക്ഷെ അങ്ങനെ കളക്ട് ചെയ്യുമ്പോൾ ഡാറ്റാസിന് അതിൻ്റെതായ അക്യുറസി ഉണ്ടായിരിക്കും എന്നുള്ളതാണ് പ്രത്യേകത. സോ മനസ്സിലായോ എന്താണ് റെട്രോസ്പെക്റ്റീവ് മാനറിൽ നമ്മൾ ഡാറ്റ കളക്ട് ചെയ്താലും പ്രോസ്പെക്റ്റീവ് മാനറിൽ നമ്മൾ ഡാറ്റ കളക്ട് ചെയ്താലും തമ്മിലുള്ള വ്യത്യാസം മനസ്സിലായോ? അതങ്ങനെയാണ്, ശരിയാണത് അല്ലെ. ഞാനിപ്പോ നിങ്ങളിൽ നിന്ന്
ഇപ്പൊ കുറച്ച് കുട്ടികളെ കുറിച്ചിട്ട് എന്തെങ്കിലും ഒരു കാര്യം അറിയണം എനിക്ക് എന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്താ പറയാ കളക്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ഡാറ്റാസ് ഇവിടെ ഉണ്ടായിരിക്കും അല്ലെ, നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂഷന്റെ അടുത്തുണ്ടായിരിക്കും. അവരെ കോൺടാക്ട് ചെയ്ത് നമുക്ക് എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ നിങ്ങളെ കുറിച്ച് അറിയാൻ പറ്റും. പേര്, നിങ്ങൾ വീട് എവിടെയാണ്, നിങ്ങൾ എന്താ പറയാ ഏത് കോഴ്സ് കഴിഞ്ഞവരാണ്, അല്ലെങ്കിൽ എത്ര നാളുകൾക്ക് ശേഷമാണ് വീണ്ടും ഇങ്ങനെ ഒരു പുതിയ കോഴ്സിൽ നിങ്ങൾ ചെയ്യുന്നത്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അറിയണമെങ്കിൽ ചിലപ്പോൾ അവിടെ കുറച്ച് വളരെ ചുരുങ്ങിയ ഡാറ്റ മാത്രമേ അവിടെ ഉണ്ടാവുള്ളൂ. ഫുൾ ഡീറ്റെയിൽസ് എനിക്ക് ചിലപ്പോൾ കളക്ട് ചെയ്യാൻ പറ്റില്ല. പക്ഷെ ഇവിടെ ക്ലാസ്സിൽ വന്നിരുന്നത് ഞാൻ ഇങ്ങനെ ചോദിക്കാം. അപ്പൊ നിങ്ങളോട് ചോദിക്കുമ്പോൾ നിങ്ങൾ ഓരോരുത്തരുടെ പേര് പറഞ്ഞിട്ട് നിങ്ങളോട് ഇന്ന കാര്യങ്ങളൊക്കെ ഞാൻ ചോദിക്കുമ്പോൾ ഐ ക്യാൻ റൈറ്റ് ഡൗൺ. നിങ്ങളിൽ നിന്ന് കൃത്യമായ വിവരങ്ങൾ എനിക്ക് നേരിട്ട് കിട്ടുകയും ചെയ്യും. എനിക്ക് വേണ്ട എല്ലാ കാര്യങ്ങളും ചോദിച്ച് എനിക്ക് മനസ്സിലാക്കാൻ ആൻഡ് അക്യുറേറ്റ് ഡാറ്റ കളക്ട് ചെയ്യാനും സാധിക്കും അല്ലെ. വ്യത്യാസമുണ്ട്. അപ്പൊ ഡാറ്റാസ് കളക്ഷൻ ചെയ്യുന്ന കാര്യത്തിൽ തന്നെ വ്യത്യസ്തതകളുണ്ട്. പക്ഷെ നമുക്ക് ഏറ്റവും സ്യൂട്ടബിൾ ആയ ഡാറ്റാസ് കളക്ട് ചെയ്യാനായിട്ട് ആ ഒരു എന്തിനെ കുറിച്ചുള്ള ഓഡിറ്റ് ആണ് നടത്തേണ്ടത് എന്നുള്ളതിനെ ബേസ് ചെയ്ത് തന്നെ വേണം ചെയ്യാനായിട്ട് അല്ലെ. അതൊക്കെ അങ്ങനെയൊക്കെ ചെയ്താൽ മതി. അങ്ങനെ പറ്റില്ല. ഓർഗനൈസേഷന്റെ വളർച്ച, ഡെവലപ്മെന്റ്, പ്രോഫിറ്റബിലിറ്റി ആണ് ഓർഗനൈസേഷൻ എയിം ചെയ്യുന്നതെങ്കിൽ ദ ഓഡിറ്റ് മസ്റ്റ് ബി വെരി എഫിഷ്യന്റ് ആൻഡ് ഇഫക്റ്റീവ്. വളരെ എഫിഷ്യന്റ് ആയിട്ടുള്ള ടീം ഇഫക്റ്റീവ് ആയിട്ട് അത് ചെയ്താൽ മാത്രമേ അത് പറ്റുള്ളൂ. ഓക്കെ, അപ്പൊ അതാണ് പറഞ്ഞത്. മോർ റിലയബിൾ ആയിരിക്കും, മോർ എന്താ പറയാ എക്സ്പെൻസ് കുറച്ച് കൂടുതലാണ്, മോർ അക്യുറേറ്റ് ആയിരിക്കും ആൻഡ് ഓൾസോ മോർ റിയലിസ്റ്റിക് ആയിരിക്കും. യാഥാർത്ഥ്യമായിട്ടുള്ള ഡാറ്റാസ് ആയിരിക്കും നമുക്ക് അങ്ങനെയുള്ള കാര്യങ്ങളിൽ നിന്ന് നമുക്ക് കളക്ട് ചെയ്യാൻ പറ്റുക. ഏതിൽ നിന്ന്? പ്രോസ്പെക്റ്റീവ് ഡാറ്റ കളക്ഷനിൽ നിന്ന്. ഓക്കെ, ഇനി നമുക്ക് ബിഫോർ സ്റ്റാർട്ടിങ് ദ ഡാറ്റ കളക്ഷൻ ഇനി നമ്മൾ എന്ത് ചെയ്യണം? ഡാറ്റ കളക്ട് ചെയ്യാനായിട്ട് ഇറങ്ങി പുറപ്പെടുന്നതിന് മുമ്പ്, അത് വെദർ ഇറ്റ് ഈസ് റെട്രോസ്പെക്റ്റീവ് മാനറിലായിക്കോട്ടെ പ്രോസ്പെക്റ്റീവ് മാനറിലായിക്കോട്ടെ ഏത് രീതിയിലാണെങ്കിലും ഡാറ്റ കളക്ട് ചെയ്യുന്നതിന് മുമ്പ് തന്നെ നമ്മൾ എന്ത് ചെയ്യണം? അതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ കെയർഫുള്ളി പ്ലാൻ ചെയ്യണം. ഡാറ്റ കളക്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു പ്ലാനിങ്, ഓടി അങ്ങോട്ട് പോകുകയല്ല, അതിനും ഒരു പ്ലാനിങ് ഉണ്ടായിരിക്കും. എന്ത് കാര്യം ചെയ്യുമ്പോഴും ഒന്ന് ആലോചിച്ച് ഒരു ഇച്ചിരി പ്ലാനിങ്ങോടുകൂടി ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് അതിനെയെല്ലാം പെർഫെക്റ്റ് ആയിട്ട് ചെയ്ത് തീർക്കാൻ പറ്റും അല്ലെ. അപ്പൊ ഓഡിറ്റിംഗിന് വേണ്ടിയിട്ടുള്ള ഡാറ്റാസ് കളക്ട് ചെയ്യാനായിട്ട് നമ്മൾ അതിന് മുമ്പ് തന്നെ വി ഹാവ് ടു കെയർഫുള്ളി പ്ലാൻ ദ വേരിയബിൾസ് ടു ബി റെക്കോർഡഡ്. എന്തൊക്കെ വേരിയബിൾസ് നമുക്ക് ഇതിനകത്ത് ഉൾപ്പെടുത്തണം, അല്ലെങ്കിൽ അതിന് വേണ്ടിയിട്ട് നമ്മൾ നടത്തേണ്ട അനാലിസിസ് എന്തൊക്കെയാണ്, ആ ഡാറ്റ നമ്മൾ എങ്ങനെയാണ് അനലൈസ് ചെയ്യേണ്ടത് എന്നുള്ള കാര്യമൊക്കെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് മനസ്സിലാക്കി വെക്കണം എന്നാണ് പറഞ്ഞേക്കുന്നത്. ഓക്കെ, ഇനി നമ്മൾ ഡാറ്റ കളക്ട് ചെയ്യുന്ന സമയത്ത് നമ്മൾ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഡാറ്റ ഷുഡ് ബി കളക്ട്. യൂസ്ലെസ് ഡാറ്റ കളക്ഷൻ, അതായത് നമ്മൾ ആവശ്യമില്ലാത്ത കാര്യമൊക്കെ വെറുതെ ചിക്കി മാന്തി പറിച്ചെടുത്ത് അതിന്റെ ഒന്നും ആവശ്യമില്ല അല്ലെ. അപ്പൊ അതൊക്കെ അവോയ്ഡ് ചെയ്യാം. നമുക്ക് യൂസ്ലെസ് ആയിട്ടുള്ള ഡാറ്റാസ് നമുക്ക് കളക്ട് ചെയ്യേണ്ട കാര്യമില്ല. അങ്ങനെ കളക്ട് ചെയ്ത് വരുമ്പോൾ നമുക്ക് എസെൻഷ്യൽ ആയിട്ടുള്ള ഇൻഫോർമേഷൻസും വേണമെങ്കിൽ ചിലപ്പോ ഇല്ലാണ്ട് പോകും. നമുക്ക് അത്യാവശ്യം വേണ്ട ഡാറ്റ കളക്ട് ചെയ്യാതെ പോകും, ആവശ്യമില്ലാത്ത കുറെ വാരി വെച്ച് ഡാറ്റാസ് കളക്ട് ചെയ്യുകയും ചെയ്യും അല്ലെ. അത് പാടില്ല. അതിനാണ് പറയുന്നത് എന്താ പറയാ ഒരു പ്രോപ്പർ കെയർഫുൾ പ്ലാൻ റിഗാർഡിംഗ് ദ കളക്ഷൻ ഓഫ് ഡാറ്റ. മനസ്സിലായോ? എന്തിനാണ് ഡാറ്റ കളക്ട് ചെയ്യാൻ പോകുന്നതിന് മുമ്പ് കെയർഫുൾ ആയിട്ട് അതിനെ കുറിച്ച് പ്ലാൻ ചെയ്യുന്നതെന്ന് മനസ്സിലായല്ലോ. ഇതിനൊക്കെയാണ് ടു പ്രിവെന്റ് ദ കളക്ഷൻ ഓഫ് യൂസ്ലെസ് ഡാറ്റ. യൂസ്ലെസ് ആയിട്ടുള്ള ഡാറ്റാസ് കളക്ട് ചെയ്യാതിരിക്കാൻ ആൻഡ് ഓൾസോ നമുക്ക് അതുകൊണ്ടുണ്ടാകുന്ന മറ്റൊരു ബുദ്ധിമുട്ടാണ് ലാക്ക് ഓഫ് എസെൻഷ്യൽ ഇൻഫോർമേഷൻ. ആവശ്യത്തിന് ഇൻഫോർമേഷൻസ് നേടിയെടുക്കാനും കൂടി പറ്റാതെ വരിക. അങ്ങനെ വരുമ്പോ നമ്മളിപ്പോ എന്ത് രീതിയിലുള്ള ഡാറ്റാസ് ആണെങ്കിലും അത് സ്പെഷ്യലി നമ്മൾ എന്ത് ചെയ്യണം? പ്ലാൻ ചെയ്യണം. സ്പെഷ്യലി ഡിസൈൻഡ് ഫോം or database should be set up to collect patient records. പേഷ്യന്റിനെ സംബന്ധിക്കുന്ന എന്തെങ്കിലും റെക്കോർഡുകളൊക്കെ നമുക്ക് കളക്ട് ചെയ്യാനാണെങ്കിൽ അതിനു വേണ്ടിയിട്ടുള്ള ഡാറ്റാബേസ് നമ്മൾ പ്രത്യേകമായിട്ട് ഡിസൈൻ ചെയ്യണം. ഇപ്പൊ ഓരോ പേഷ്യൻസിന്റെ ഇപ്പൊ മിക്ക ഹോസ്പിറ്റൽസിലും ഉണ്ട് അല്ലെ. ഈ ഹോസ്പിറ്റൽസിനകത്ത് വരുമ്പോ അവരുടെ എന്താ പറയാ ഫ്രണ്ട് ഓഫീസിൽ തന്നെ ഒരു പേപ്പർ ഇങ്ങനെ വെച്ചിട്ടുണ്ടായിരിക്കും, പ്രിന്റഡ് ഫോമില്. അതിനകത്ത് നമ്മളെ കുറിച്ചുള്ള ഡാറ്റാസ് ഒക്കെ കളക്ട് ചെയ്യാൻ വേണ്ടി വെച്ചിട്ടുണ്ടായിരിക്കും. പിന്നെ എക്സിറ്റ് ചെയ്ത് പോകുന്ന സമയത്ത് നമുക്ക് ഫീഡ്ബാക്ക് അറിയിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെയുള്ള കാര്യങ്ങളുണ്ട്. അതിന് വേണ്ടിയിട്ട് വരാം. അപ്പൊ ഓരോന്നിനും എങ്ങനെയാണോ അത് ഡാറ്റാസ് കളക്ട് ചെയ്യുന്നത്, ആ ഡാറ്റ കളക്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള രീതിയിലുള്ള ഫോമുകൾ എന്ത് ചെയ്യണം? ഷുഡ് ബി ഡിസൈൻ ചെയ്യണം. ആ പർട്ടിക്കുലർ രീതിയിൽ അനാവശ്യം ഒന്നും ആവശ്യമില്ല. കല്യാണം കഴിച്ചിട്ടുണ്ടോ, കുട്ടികളെ എത്രയുണ്ട്, ഇതൊന്നും നമുക്ക് പറയാം അവിടെ ആവശ്യമില്ലാത്ത കാര്യമാണ് ഒരു പേഷ്യന്റിനെ സംബന്ധിച്ച് അല്ലെ. പേഷ്യന്റിന്റെ ആരോഗ്യ സംബന്ധമായ കാര്യങ്ങൾ, ആളുടെ പ്രായം, ആളുടെ മറ്റ് കാര്യങ്ങൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ മറ്റു രോഗങ്ങളെ കുറിച്ചിട്ടോ അല്ലെങ്കിൽ നമ്മുടെ മറ്റ് ചികിത്സയ്ക്കായിട്ട് ഏതെങ്കിലും ഹോസ്പിറ്റലിൽ പോയിട്ടുണ്ടോ അങ്ങനെയുള്ള കാര്യങ്ങളെ കുറിച്ച് ഇഫക്റ്റീവ് ആയിട്ടുള്ള ഡാറ്റ ഷുഡ് ബി കളക്റ്റഡ് എന്നാണ് പറയുന്നത്. മനസ്സിലായോ? പാരഗ്രാഫ് ലെങ്തി ആണെങ്കിലും കുറച്ച് കാര്യങ്ങളെ പറയുന്നുള്ളൂ. സെന്റൻസ് ഫസ്റ്റ് സെന്റൻസ് ഒന്ന് അണ്ടർലൈൻ ചെയ്യാം.
First sentence, data in clinical audits can be collected in a prospective or retrospective manner. അതില് രണ്ടാമത്തെ കാര്യം അങ്ങനെയാണ് ആ സെന്റൻസിന്റെ മിനിമം മനസ്സിലായിരുന്നു. സെന്റൻസ് വായിച്ചില്ല. ടേക്കിംഗ് ഇൻ ടു കൺസിഡറേഷൻ പാസ്റ്റ് ക്ലിനിക്കൽ ഡോക്യുമെന്റേഷൻ എന്ന് വെച്ചാൽ പാസ്റ്റ് ക്ലിനിക്കൽ ഡോക്യുമെന്റേഷൻ എന്ന് പറഞ്ഞാൽ മുൻകൂട്ടി ക്ലിനിക്കല് വന്നിരിക്കുന്ന കാര്യങ്ങളൊക്കെ ഡോക്യുമെന്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. അതായത് ദ ലേറ്റർ മെത്തേഡ്. ലേറ്റർ മെത്തേഡ് എന്ന് പറഞ്ഞാൽ എന്താ? മുകളിലത്തെ സെന്റൻസിൽ രണ്ട് മെത്തേഡിന്റെ കാര്യം പറഞ്ഞില്ലേ, പ്രോസ്പെക്റ്റീവും റെട്രോസ്പെക്റ്റീവും. അതിനകത്ത് ലേറ്റർ എന്ന് പറയുമ്പോൾ എന്ത് വരും? ഇംഗ്ലീഷിൽ നമുക്ക് പഠിച്ചിട്ടുണ്ടാവും എവിടെയെങ്കിലും. ലേറ്റർ മീൻസ് രണ്ടാമത് പറഞ്ഞത്, ആദ്യം പറഞ്ഞതല്ല, രണ്ടാമത് പറഞ്ഞത്. ആ രണ്ടെണ്ണം അവിടെ പറഞ്ഞത് എടുത്തു പറഞ്ഞ രണ്ട് മാനറില് രണ്ടാമത് പറഞ്ഞ മാനറിനാണ് ഉദ്ദേശിച്ചത് കേട്ടോ. ലേറ്റർ മെത്തേഡ് ഈസ് സർട്ടൻലി ഫാസ്റ്റർ. രണ്ടാമത്തെ മെത്തേഡ് ഈസി ആണ്, ഫാസ്റ്റർ ആണ്. പക്ഷേ the quality of the collected information is not suitable or optimal. നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിൽ suitable ആയിട്ടുള്ള ഇൻഫർമേഷൻ ആ ഒരു മെത്തേഡിൽ നിന്ന് കിട്ടണമെന്നില്ല എന്നാണ് പറഞ്ഞേക്കുന്നത്. ആ ലേറ്റർ മെത്തേഡ് എന്ന് പറയുന്നത് റെട്രോസ്പെക്റ്റീവ് മാനറിനെ കുറിച്ചിട്ടാണ്. മനസ്സിലായോ? മനസ്സിലായോ? യെസ്, സെന്റൻസ് അതാണ്. അപ്പൊ ആ രണ്ട് സെന്റൻസും അണ്ടർലൈൻ ചെയ്യാം. ഒന്നാമത്തെ സെന്റൻസ് അണ്ടർലൈൻ ചെയ്തു, രണ്ടാമത്തെ സെന്റൻസ് അണ്ടർലൈൻ ചെയ്തു. ഇനി മൂന്നാമത്തെ സെന്റൻസ് ഉണ്ട് പ്രോസ്പെക്റ്റീവ്. നമ്മൾ ആ സെന്റൻസിനകത്ത് വേർഡിന്റെ സ്പെല്ലിംഗ് ഒന്ന് തിരുത്താൻ പറഞ്ഞിരുന്നു, തിരുത്തിയിട്ടുണ്ടാവണം. പ്രോസ്പെക്റ്റീവ് ഓഡിറ്റ്സ് അത് ഇപ്പോഴാണ് പറയുന്നത്. ആദ്യം പറഞ്ഞത് അവര് എക്സ്പ്ലെയിൻ ചെയ്തത് രണ്ടാമത്തെ മെത്തേഡിനെ കുറിച്ചിട്ടാണ്. പ്രോസ്പെക്റ്റീവ് ഓഡിറ്റ്സ് ആർ മോർ എക്സ്പെൻസീവ് ഇൻ ടേംസ് ഓഫ് ടൈം. സമയം കൂടുതൽ എടുക്കും എന്നുള്ളതിന്റെ കാര്യത്തിൽ വളരെ ചിലവേറിയതാണ്. മാത്രമല്ല but they allow a more accurate design while offering a more realistic description of the current clinical practice. ഇപ്പോഴുള്ള കറന്റ് ആയിട്ടുള്ള ക്ലിനിക്കൽ പ്രാക്ടീസിനെ കുറിച്ച് ഒരു റിയലിസ്റ്റിക് ആയിട്ടുള്ള അക്യുറേറ്റ് ആയിട്ടുള്ള ഒരു ഡിസ്ക്രിപ്ഷൻ ആയിരിക്കും. എന്നാൽ ഈ ആദ്യം പറഞ്ഞ നമ്മുടെ പ്രോസ്പെക്റ്റീവ് ഓഡിറ്റ് കൊണ്ട് ഉണ്ടാകുക. സമയം കുറച്ച് കൂടുതൽ എടുക്കുന്നു മാത്രമേ ഉള്ളൂ. സെന്റൻസ് അണ്ടർലൈൻ ചെയ്തോ? 3 സെന്റൻസ് ആണ് അണ്ടർലൈൻ ചെയ്യുന്നത്. ഓക്കെ, ഇനി വേണമെങ്കിൽ നമുക്ക് ഈ ഓഡിറ്റിംഗ് ഒക്കെ നടത്തുമ്പോ ക്യാൻ ഫോളോ സം സാമ്പിളിംഗ് മെത്തേഡ്സ്. സാമ്പിളിംഗ് മെത്തേഡ് ഒക്കെ വേണമെങ്കിൽ നമുക്ക് ഉപയോഗിക്കാന്നാ പറയണേ. അതായത് സാമ്പിളിംഗ് എന്ന് പറഞ്ഞാൽ എന്താ? സാമ്പിൾസ് എടുത്തിട്ട് പഠന വിധേയമാക്കുക. അതായത് ഇപ്പൊ എന്തെങ്കിലും കാര്യത്തെ കുറിച്ചൊക്കെ പഠന വിധേയമാക്കണമെങ്കിൽ എല്ലാ പേഷ്യൻസിനെയും ഒക്കെ ഇപ്പൊ നോക്കി അത് പറയുന്നത് അവിടെ അടുത്ത സെന്റൻസ് അത് പറയുന്നത് വെരി ലാർജ് നമ്പർ ഓഫ് പേഷ്യൻസ്. ഇപ്പൊ നമുക്കൊരു വലിയ ഒരു കൂട്ടം ആളുകളിൽ നിന്നും എന്തെങ്കിലും ഡാറ്റാസ് കളക്ട് ചെയ്യാനാണെന്ന് വിചാരിക്കും. നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ പ്രോസ്പെക്റ്റീവ് മെത്തേഡ് ഓഫ് ഡാറ്റ കളക്ഷൻ ആണെങ്കിൽ നമ്മൾ നേരിട്ട് പേഷ്യൻസിനെ സമീപിച്ചിട്ടാണ് കാര്യങ്ങളും വിവരങ്ങളൊക്കെ ശേഖരിക്കേണ്ടത്. അത് എന്നിട്ട് അസസ് ചെയ്തിട്ടാണ് നമുക്ക് എന്ത് ചെയ്യേണ്ടത്? ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ സ്റ്റാൻഡേർഡുമായിട്ട് നമുക്ക് ഒത്തുനോക്കേണ്ടത്, കമ്പയർ ചെയ്യേണ്ടത് അല്ലെ. ഇഫ് ദ നമ്പർ ഓഫ് പേഷ്യൻസ് ഈസ് ലാർജ്, എന്നാൽ നമുക്ക് ആ പഠന വിധേയമാക്കേണ്ട ആ ഗ്രൂപ്പ് ഓഫ് പേഷ്യൻസ് എന്ന് പറയുന്നതിന്റെ എണ്ണം വളരെ കൂടുതലാണെങ്കിലോ ഈ പറഞ്ഞ ഓരോ പേഷ്യൻസിനെ വിളിച്ചിട്ട് അവരോട് ഫീഡ്ബാക്കുകൾ ചോദിച്ചോ അവരുടെ വിശേഷങ്ങൾ തിരക്കോ അല്ലെങ്കിൽ അവരിൽ നിന്നും ഡാറ്റാസ് കളക്ട് ചെയ്തോ നോട്ട് ബി സ്യൂട്ടബിൾ മെത്തേഡ്. പക്ഷെ അത് അവിടെ അത്ര എളുപ്പം നടക്കില്ല. ബിക്കോസ് എന്താ? ഒത്തിരി ആളുകളല്ലേ, കുറെ ആളുകളാണ്. അപ്പൊ നമുക്ക് നമ്മുടെ കയ്യിൽ നിന്ന് പോകുക എന്ന് പറയും അല്ലെ. കൂടുതൽ ആളുകൾ വരുമ്പോ എന്ത് പറ്റും? അവിടെ നമുക്ക് ഉദ്ദേശിച്ച രീതിയില് ടൈമില് അത് തീർക്കാനോ ഇതിനൊക്കെ സാധിക്കാതെ വരും. അപ്പോഴാണ് നമുക്ക് എന്ത് ചെയ്യാം? വി ക്യാൻ അഡോപ്റ്റ് ദിസ് മെത്തേഡ് വിച്ച് ഈസ് കോൾഡ് സാമ്പിളിംഗ് മെത്തേഡ്. സാമ്പിളിംഗ് മെത്തേഡ് ആണ് ഉപയോഗിക്കുക. എന്താ സാമ്പിള്? ഇപ്പൊ നമ്മള് എന്താ പറയാ കുറെ പേഷ്യൻസിന് എല്ലാവരെയും ഒന്നും ചോദിക്കാതെ ഏതെങ്കിലും പർട്ടിക്കുലർ ഏതെങ്കിലും ഡിസീസ് സംബന്ധമായിട്ടുള്ള കാര്യങ്ങളാണ് എങ്കിൽ ആ ഒരു പർട്ടിക്കുലർ കാര്യത്തിനാണ് കേട്ടോ. എല്ലാ രോഗികളെയും അല്ല, ഒരു ഹോസ്പിറ്റലിനെ കുറിച്ചിട്ടുള്ള ഒരു എന്തെങ്കിലും കാര്യമാണ് തിരക്കേണ്ടത്. ഒരു ഹോസ്പിറ്റലിന്റെ ഏത് വിഭാഗമാണ് നമുക്ക് കൂടുതൽ മെച്ചപ്പെടുത്തേണ്ടത്, അല്ലെങ്കിൽ അവിടുത്തെ സർവീസ് കുറച്ചുകൂടി നല്ലതാക്കേണ്ടത് ഏതെങ്കിലും ഒരു വിഭാഗമുണ്ടെങ്കിൽ അതിനെ കുറിച്ച് ഒരു ഡാറ്റയാണ് കളക്ട് ചെയ്തതെന്ന് വിചാരിക്കാം. എന്നിട്ട് ഓഡിറ്റ് ചെയ്ത് എന്തൊക്കെ മാറ്റങ്ങൾ വരുത്തണം അതിനെ കുറിച്ച് നടപടികളൊക്കെ സ്വീകരിക്കാൻ വേണ്ടി ഡാറ്റ കളക്ട് ചെയ്യണമെന്ന് വിചാരിക്കാം. നമുക്കറിയാം ഇൻ എ ഹോസ്പിറ്റൽ there are a large number of patients coming and going അല്ലെ. ഓരോ ദിവസവും ഒത്തിരി പേഷ്യൻസ് വരികയും പോവുകയൊക്കെ ചെയ്യുന്നുണ്ട്. അതിൽ കുറെ പേരൊക്കെ അഡ്മിറ്റഡ് ആകുന്നുണ്ട്, കുറെ പേര് അവിടെ വന്ന് മരുന്നൊക്കെ വാങ്ങിച്ച് പോകുന്നുണ്ട്. സോ അപ്പൊ ചിലപ്പോ കുറെ ആളുകൾ വരുന്നുണ്ട്. ഇവരിൽ നിന്ന് എല്ലാവരിൽ നിന്നൊക്കെ ഡാറ്റ കളക്ട് ചെയ്ത് നമുക്ക് ഇപ്പൊ ഈ പറഞ്ഞ കാര്യത്തിൽ ഒരു തീരുമാനത്തിലേക്ക് എത്താനായിട്ട് ഇറ്റ്സ് വെരി
ഡിഫിക്കൽറ്റ് അല്ലെ, ബുദ്ധിമുട്ടല്ലേ. അപ്പൊ അങ്ങനെയുള്ള സിറ്റുവേഷൻസിലൊക്കെ നമുക്ക് ഈ പറയുന്ന എന്ത് മെത്തേഡ് ഉപയോഗിക്കാം, സാമ്പിളിംഗ് മെത്തേഡ്. എല്ലാവരിൽ നിന്നും അല്ല, കുറച്ച് പേരുകളിൽ നിന്ന് എന്ത് ചെയ്യുന്നു, അവരുടെ വിവരങ്ങൾ ശേഖരിക്കുന്നു, അതിന്റെ ബേസിസിൽ ഓഡിറ്റിംഗ് നടത്തുന്നു, കമ്പയർ ചെയ്ത് സ്റ്റാൻഡേർഡുമായിട്ടൊക്കെ കമ്പയർ ചെയ്യുന്നു. അതിനെയാണ് നമ്മൾ സാമ്പിളിംഗ് എന്ന് വിളിക്കുക കേട്ടോ. അത് ആളുകളുടെ എണ്ണമൊക്കെ കൂടുതലാണെങ്കിൽ നമുക്ക് കളക്ട് ചെയ്ത് നമുക്ക് കമ്പയർ ചെയ്യേണ്ട ഡാറ്റയുടെ എണ്ണം വലിപ്പം കൂടുതലാണെങ്കിൽ, ലാർജ് നമ്പർ ആണെങ്കിൽ വിച്ച് മെത്തേഡ് ക്യാൻ ബി അഡോപ്റ്റഡ്, സാമ്പിളിംഗ് മെത്തേഡ് ആണ് കേട്ടോ. preferably using randomized method അല്ലെങ്കിൽ സാമ്പിളിംഗ് മെത്തേഡ്. അത് തന്നെയാണ്. ഇപ്പൊ ചില കാര്യങ്ങൾക്ക് നമ്മൾ സാമ്പിൾസ് മെത്തേഡ് ഉപയോഗിക്കും അല്ലെ. അങ്ങനെ സാമ്പിൾ മെത്തേഡ് ഉപയോഗിക്കുന്ന ഏതെങ്കിലും ഒരു സാഹചര്യം നിങ്ങൾക്ക് അറിയാമോ? ഒരു എക്സാമ്പിൾ വേറെ പറയാമോ? റാൻഡം സാമ്പിളിംഗ് മെത്തേഡ് ഉപയോഗിക്കാൻ പറ്റുന്ന മറ്റൊരു ഏതെങ്കിലും സിറ്റുവേഷൻ പറയാൻ പറ്റുമോ? നമ്മളും ചില സമയത്തൊക്കെ സാമ്പിളിംഗ് ചെയ്തിട്ടാണ് ചില സാധനങ്ങൾ വാങ്ങിക്കുക. പച്ചക്കറി കടയിലോ ഫ്രൂട്ട്സ് കടയിലോ ഒക്കെ പോകുമ്പോ നമ്മൾ എന്ത് ചെയ്യും, നമ്മളിങ്ങനെ തെരഞ്ഞെടുക്കും അല്ലെ, തെരഞ്ഞെടുക്കൂലേ? ഇത് മുഴുവനും എടുത്തിട്ട് ഇങ്ങനെ തരയാൻ പറ്റുമോ? ഇല്ല. ചില സാധനങ്ങൾ ഇപ്പൊ നമ്മള് ഗ്രേപ്സ്, നമ്മുടെ എന്താ പറയാ മുന്തിരി അല്ലെ, മുന്തിരിയൊക്കെ വാങ്ങിക്കുമ്പോ നമ്മൾ എന്ത് ചെയ്യും, മധുരമുണ്ടോ എന്നൊക്കെ ചോദിക്കുമ്പോ അവര് നല്ല മധുരാണെന്ന് പറയും. കാരണം അത് അവരുടെ ബിസിനസ് ഒരു ഇതാണ്. അവര് അത് മധുരമൊക്കെ ഉണ്ടെന്നൊക്കെ പറയും. നമ്മള് വിചാരിക്കും ഇതൊക്കെ ഞങ്ങൾ കുറെ കേട്ടിട്ടുണ്ട്. നിങ്ങൾ അവരൊക്കെ നമ്മുടെ ഒരു പല വേളയും മാറ്റി വെച്ചിട്ടുണ്ട്. അതിൽ നിന്ന് നമുക്ക് കഴിച്ചു നോക്കാൻ തരാം. അതിൽ നിന്നാണ് നമ്മൾ ഇവിടെ വെച്ചിട്ട് നമ്മള് തരുന്നില്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും, നമ്മൾ ഇവിടെ നിന്ന് തുറന്നൊക്കെ വെളിഞ്ഞെടുത്ത് തുറച്ചിട്ടൊക്കെ കഴിച്ചു നോക്കും, പറഞ്ഞതൊക്കെ ശരിയാണെന്നൊക്കെ അറിയാൻ പറ്റില്ല അല്ലെ. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുന്നു, അത് അവർ കഴിച്ചു നോക്കും. പക്ഷെ നമുക്കത് വീട്ടിൽ കൊണ്ടുപോയി ചെന്ന് കഴിയുമ്പോഴായിരിക്കും ഇത് എല്ലാം ഇതുപോലത്തെ തന്നെ അല്ല, മിക്സ് ചെയ്തൊക്കെ വെച്ചിട്ടുണ്ടായിരിക്കും. അപ്പൊ ചിലതൊക്കെ ചിലപ്പോൾ അവർ പറഞ്ഞ പോലെ മധുരമുള്ളതായിരിക്കും, ചിലതൊക്കെ അതിനകത്ത് നമുക്ക് എന്താ പറയുക സ്വാറിക്കുന്നത് പുളിയുള്ള രസമുള്ളതൊക്കെ ഉണ്ടായിരിക്കും അല്ലെ. അപ്പൊ അതിന് നമ്മൾ എല്ലാ മുന്തിരി ഞാനിവിടെ നിന്ന് കഴിച്ചു നോക്കട്ടെ എന്നിട്ട് ഞങ്ങൾ വാങ്ങിക്കാം എന്ന് പറയാൻ പറ്റുമോ? പറ്റില്ല. ഒക്കെയാണ് നമുക്ക് പറ്റൊന്നുമില്ല അതിന് അല്ലെ. ചോക്ക് ഉണ്ടാക്കുന്ന ഫാക്ടറിയിൽ ചെന്നിട്ട് നിങ്ങളുടെ ചോക്കിന്റെ ബലം ഒന്ന് പരിശോധിക്കട്ടെ എന്ന് പറഞ്ഞിട്ട് അവിടുത്തെ ചോക്കുകളൊക്കെ എടുത്ത് നമ്മൾ എഴുതാൻ വേണ്ടി, ഇപ്പോഴത്തെ ചോക്കൊക്കെ ഉണ്ടെങ്കിൽ ബോർഡിന്റെ അടുത്തേക്ക് അങ്ങോട്ട് കൊണ്ടുപോയാൽ മതി, അവർ ചെയ്യിപ്പിക്കാൻ വേണ്ടി 2 കഷ്ണമായിട്ടാണ്. പിന്നെ നമ്മൾ കഷ്ണമായിട്ട് എന്തായാലും കഷ്ണമാകും. ഓക്കെ, അങ്ങനെയാണ്. എന്ന് വെച്ചിട്ട് നമ്മൾ ചോക്ക് എങ്ങനത്തെ വാങ്ങിക്കണമെന്ന് അറിയാൻ വേണ്ടി അവിടെ ഫാക്ടറി ചെന്നിട്ട് ആ ചോക്കൊക്കെ എടുത്തിട്ട് അതിന്റെ ബലം പരിശോധിക്കാൻ പറ്റുമോ? നമുക്ക് നടക്കുന്ന കാര്യമല്ല. അപ്പൊ നമ്മൾ അവിടെ നിന്ന് ഇവിടുന്നൊക്കെ കുറച്ച് സെലക്ട് ചെയ്തിട്ട് സാമ്പിൾസ് ആണ് എടുക്കുക. അതാണ് സാമ്പിളിംഗ് മെത്തേഡ്. അത്രേ ഉള്ളൂ. അത് നമ്മളിവിടെ ഹെൽത്ത് കെയർ ഇൻസ്റ്റിറ്റ്യൂഷൻസിലും എന്ത് ചെയ്യുന്നു, അപ്ലൈ ചെയ്യുന്നു. ടു മേക്ക് ഓഡിറ്റിംഗിന്റെ പർപ്പസിന് വേണ്ടി ഇങ്ങനെ നമുക്ക് ചെയ്യാം. കാരണം ഇഫ് ദ ലാർജ് നമ്പർ ഓഫ് പേഷ്യൻസിന്റെ എണ്ണമൊക്കെ കൂടുതലാണ് എങ്കിൽ ഈ ഒരു മെത്തേഡ് ആയിരിക്കും. കുറച്ചുള്ളെങ്കിലും കുഴപ്പമില്ല, 10 പേരുള്ളൂ 20 പേരുള്ളൂ കുഴപ്പമില്ല, ഓഡിറ്റ് ടീം അത്യാവശ്യത്തിലുണ്ട് എങ്കിൽ നമുക്ക് ആ ഡാറ്റാസ് പെട്ടെന്ന് കളക്ട് ചെയ്തെടുക്കാം. ഓക്കെ, അതങ്ങനെ പ്രശ്നമൊന്നുമില്ല എന്നാണ് പറയുന്നത് കേട്ടോ. അപ്പൊ ഇറ്റ്സ് ദ ലാർജ് നമ്പർ ഓഫ് പേഷ്യൻസ് ഒക്കെ നിങ്ങൾ അറിഞ്ഞിരിക്കണേ സെന്റൻസ്. ഓക്കെ, ഇനി ദിസ് ഡാറ്റ കളക്റ്റഡ്, നമ്മൾ കളക്ട് ചെയ്തിരിക്കുന്ന ഈ ഡാറ്റ മേ ബി ഐദർ ക്വാണ്ടിറ്റേറ്റീവ് ഓർ ക്വാളിറ്റേറ്റീവ്. എന്താ നമ്മൾ വ്യത്യാസം? ക്വാണ്ടിറ്റേറ്റീവ് ആകാം, ക്വാളിറ്റേറ്റീവ് ആകാം. ക്വാണ്ടിറ്റേറ്റീവ് എന്ന് വെച്ചാൽ എന്താ? ഇറ്റ് ക്യാൻ ബി മെഷേർഡ് ഇൻ ടേംസ് ഓഫ് നമ്പേഴ്സ് അല്ലെ. ക്വാണ്ടിറ്റിയിൽ നമുക്ക് റെപ്രസെന്റ് ചെയ്യാൻ പറ്റുന്നതിനെയാണ് ക്വാണ്ടിറ്റേറ്റീവ് എന്ന് വിളിക്കുക അല്ലെ. ക്വാണ്ടിറ്റേറ്റീവ് സ്പെല്ലിംഗിൽ ചെറിയ വ്യത്യാസമുള്ളൂ. QUANT വരുന്നത് ക്വാണ്ടിറ്റേറ്റീവ്, QUANLI ആണ് കേട്ടോ. അപ്പൊ ക്വാളിറ്റേറ്റീവ്. അപ്പൊ അതുകൊണ്ട് നമുക്ക് ഇത് 2 വ്യത്യാസമാണ്. ക്വാണ്ടിറ്റിയിൽ അളക്കാൻ പറ്റുന്നത് ഇപ്പൊ കിലോഗ്രാമില്, ടൈമില് അല്ലെ, അതുപോലെ തന്നെ പൈസ രൂപയില്, ഏതെങ്കിലും നമ്പർ ആയിട്ടൊക്കെ നമുക്ക് റെപ്രസെന്റ് ചെയ്യാൻ പറ്റുന്നതിനെയാണ് നമ്മൾ ക്വാണ്ടിറ്റേറ്റീവ് ഡാറ്റ. ഇൻകം ഓഫ് എ പേഴ്സൺ, ഒരാളുടെ വരുമാനം പൈസയിൽ നമുക്ക് റെപ്രസെന്റ് ചെയ്യാം അല്ലെ. 10,000 രൂപ, 1,00,000 രൂപ ഒരാളുടെ ശമ്പളം എന്ന് പറയുന്നത് അല്ലെ. എന്താ പറയാ, പച്ചക്കറിയുടെ വില, വെണ്ടക്കയുടെ വില 1 കിലോയ്ക്ക് 10 രൂപ ഇങ്ങനെയൊക്കെ പറയാ, അങ്ങനെയൊക്കെ. അപ്പൊ ഓരോന്നിന്റെയും അത് അങ്ങനെ എന്തെങ്കിലും ടേംസ് ഓഫ് നമ്പേഴ്സിലൊക്കെ അല്ലെ മെഷർ ചെയ്യാൻ പറ്റുന്നതിനെയാണ് നമ്മള് എന്ത് വിളിക്കുക, ക്വാണ്ടിറ്റേറ്റീവ് എന്ന് വിളിക്കുക അല്ലെ. അതുപോലെ തന്നെ ക്വാളിറ്റേറ്റീവ് ഉണ്ട്, വിച്ച് കനോട്ട് ബി റിപ്രസെന്റഡ് ഇൻ ടേംസ് ഓഫ് സച്ച് ഫിഗേഴ്സ്. ഇത്തരം നമ്പറുകളായിട്ടോ ഫിഗറുകളായിട്ടോ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, റെപ്രസെന്റ് ചെയ്യാൻ പറ്റാത്ത ചില ഇതുണ്ട് അല്ലെ. അങ്ങനെയുള്ള ഡാറ്റ കളക്ഷൻസ് ഉണ്ട്. അതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക, ക്വാണ്ടിറ്റേറ്റീവ്. അതിന് ഉദാഹരണം പറയും, ദ ബ്യൂട്ടി ഓഫ് എ ഗേൾ എത്രയിലും നമ്മൾ മെഷർ ചെയ്യും. ഒരു പെൺകുട്ടിയുടെ സൗന്ദര്യം, ഇന്റലിജൻസ് അല്ലെ. അതൊക്കെ എങ്ങനെ മെഷർ ചെയ്യാൻ പറ്റും? അതൊക്കെ മെഷറബിൾ ആണോ? അല്ല, മെഷറബിൾ അല്ല. ഇത് എന്തെങ്കിലും കൺസംഷൻസിൽ നമ്മളിങ്ങനെ അസ്യൂം ചെയ്തിട്ടൊക്കെ നമ്മള് ഒരു എന്താ പറയാ, ഒരു
നമ്പറോ മറ്റൊക്കെ നമ്മൾ പ്രൊവൈഡ് ചെയ്യാണ്. ഒരാളുടെ ഇപ്പൊ കുറച്ച് സൗന്ദര്യ മത്സരം നടക്കണല്ലോ, അപ്പൊ അവിടെ മെഷർ ചെയ്യണ്ടല്ലോ എന്ന് നിങ്ങൾ വേണമെങ്കിൽ ചോദിക്കുമായിരിക്കും. പക്ഷെ അത് നമുക്ക് അത് റാങ്കിങ് ആണ് അല്ലെ, കൊടുക്കുക ഇന്നാണ്. അതിന് ബുദ്ധിയും വിവേകം ഒക്കെ കൂടി അളന്നിട്ടാണ് ഒരു എന്താ പറയാ സൗന്ദര്യ മത്സരത്തിലേക്ക് ഫസ്റ്റ് സെക്കൻഡ് അല്ലെങ്കിൽ റണ്ണറപ്പിനൊക്കെ സെലക്ട് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ അത് അങ്ങനെ ക്വാളിറ്റേറ്റീവ് ആയിട്ടുള്ള ചില മെഷർമെന്റുകളും ഉണ്ട്. അപ്പൊ ഇവിടെ നമ്മുടെ ഡാറ്റ കളക്ട് ചെയ്യപ്പെടുന്നത് ക്വാണ്ടിറ്റേറ്റീവ് ആകാം, ക്വാളിറ്റേറ്റീവ് ആകാം. ഇനി ഇതെങ്ങനെ ഡാറ്റ കളക്ട് ചെയ്യാം? such as in the form of interviews നടത്തി, അല്ലെങ്കിൽ ക്വസ്റ്റ്യനയർസ് എന്ന് പറയുന്നത് കുറെ ചോദ്യങ്ങളൊക്കെ ഇങ്ങനെ എഴുതി തയ്യാറാക്കിയ ഒരു ചോദ്യാവലി ഒരു ഇതില് എന്താ പറയാ പ്രിന്റ് എടുത്തു, എന്നിട്ട് അത് അയച്ചു കൊടുക്കോ അല്ലെങ്കിൽ അവരുടെ കയ്യിലേക്ക് കൊടുക്കോ, എന്നിട്ട് അതിലേക്ക് ഡാറ്റ കളക്ട് ചെയ്യും. അല്ലെങ്കിൽ കമന്റുകളായിട്ട് അവരുടെ കമന്റ് ആയിട്ട് നിങ്ങളിപ്പോ ഞാൻ ഇപ്പൊ ക്ലാസ് എടുക്കുമ്പോൾ മനസ്സിലാകുന്നില്ലെങ്കിൽ കമന്റ് ആയിട്ട് ഇവിടെ പറയണമെന്ന് പറയാറില്ലേ നമ്മള്, ഇല്ലേ? മനസ്സിലാകാത്ത പോർഷൻ ആണ് എന്നൊക്കെ പറയും കമന്റുകൾ. അപ്പൊ അങ്ങനെയുമായിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഡാറ്റാസ് കളക്ട് ചെയ്യാൻ സാധിക്കും. ഇതൊക്കെ ഡാറ്റ സോഴ്സസ് ആണ്. ഡാറ്റ കളക്ട് ചെയ്യാൻ പറ്റുന്ന വിവിധ മാർഗങ്ങളാണ്. അപ്പൊ ഇത് കളക്ട് ചെയ്യുന്ന രീതികൾ ഇങ്ങനെയൊക്കെ തന്നെയാണ്. അപ്പൊ ഏതൊക്കെയാണ്? ക്വാണ്ടിറ്റേറ്റീവും ക്വാളിറ്റേറ്റീവും. അതിനകത്ത് പെടുന്നതാണ് ഇന്റർവ്യൂസ്, ക്വസ്റ്റ്യനയർസ്, കമന്റ്സ്, അങ്ങനെയൊക്കെ. ഓക്കെ, ഇനി മാത്രമല്ല മെഡിക്കൽ, അതായത് നമ്മളുടെ മറ്റേതെങ്കിലും തരത്തിലുള്ള ബയോകെമിക്കൽ ഇൻസ്ട്രുമെന്റൽ ഇവാലുവേഷൻസ്, മറ്റേതെങ്കിലും തരത്തിലുള്ള പഠന വിധേയമാക്കിയ നമ്മളുടെ ക്ലിനിക്കൽ സംബന്ധമായിട്ടുള്ള ഹോസ്പിറ്റലിലെ സംബന്ധമായിട്ടുള്ള മറ്റേതെങ്കിലും തരത്തിലുള്ള കാര്യങ്ങളിൽ നിന്നൊക്കെ ശേഖരിച്ചതൊക്കെ ഉണ്ടായിരിക്കാം. അപ്പൊ പല ആവശ്യങ്ങൾക്ക് വേണ്ടി ഏതെങ്കിലുമൊക്കെ രീതികളിൽ നമുക്ക് ഡാറ്റാസ് അങ്ങനെ കളക്ട് ചെയ്യാം. അത് ക്വാണ്ടിറ്റേറ്റീവ് രീതിയിലും ആകാം എന്നാണ്. ഓക്കെ, ഇനി മെഡിക്കൽ നമ്മളുടെ ഹോസ്പിറ്റൽസിനകത്തുള്ള മെഡിക്കൽ റെക്കോർഡുകളും ഒരു ഡാറ്റ സോഴ്സ് തന്നെയാണ്. പക്ഷെ അതിന്റെ ഒരു മെയിൻ ഡിഫക്റ്റ് എന്താണെന്ന് വെച്ചാൽ ഈ പറയുന്നതിനകത്ത് മെയിൻ സോഴ്സ് ഓഫ് ഇൻഫർമേഷൻ ചിലപ്പോ കംപ്ലീറ്റ് ആകണമെന്ന് നിർബന്ധമൊന്നുമില്ല. കാരണം ഒരു പേഷ്യന്റ് അവിടെ മെഡിക്കൽ റെക്കോർഡുകളൊക്കെ നോക്കിക്കഴിയുമ്പോൾ അതിനകത്ത് എല്ലാ പേഷ്യൻസിന്റെയും എല്ലാം തന്നെ കംപ്ലീറ്റ് ആയിട്ട് ചിലപ്പോൾ രേഖപ്പെടുത്തിയിട്ടാവില്ല. കംപ്ലീറ്റ് ആക്കണം എന്നാണ് നിയമവശം വെച്ചിട്ട് ഒരു പേഷ്യന്റിന്റെ റെക്കോർഡ്സുകളെല്ലാം തന്നെ വിതിൻ 1 month അല്ലെ വിതിൻ 30 days ഒക്കെ നമ്മള് അവിടെ പഠിച്ചിട്ടുണ്ട് ഡിപ്ലോമയില് അല്ലെ, 30 days എല്ലാം കംപ്ലീറ്റ് ചെയ്ത് കറക്റ്റ് ആക്കി വെക്കണം എന്നാണ്. പക്ഷേ എത്രയൊക്കെ അങ്ങനെയൊക്കെ നമ്മൾ വിചാരിച്ചാലും ചിലപ്പോഴൊക്കെ നമ്മൾ ഉദ്ദേശിച്ച രീതിയിലുള്ള ഇൻഫർമേഷൻസ് cannot be collected from that particular, because ആ പർട്ടിക്കുലർ ഡാറ്റയെ നമുക്ക് അത് എടുക്കാൻ പറ്റുന്നല്ല എന്നൊക്കെ നമുക്കറിയാം. കാരണം എന്താ, അത് മിക്കവാറും അത് ഇൻകംപ്ലീറ്റ് ആയിരിക്കും എന്നുള്ളതാണ്. ഓക്കെ, ഇനി ഓഡിറ്റിങ് നമുക്ക് ചെയ്യുന്നതുകൊണ്ട് ഏത് രീതിയിലാണെങ്കിലും നമ്മൾ ഡാറ്റ കളക്ട് ചെയ്യുമ്പോൾ ഓഡിറ്റിങ് എന്താ പറയാ നമുക്ക് നല്ല രീതിയിൽ ഇംപ്രൂവ് ചെയ്യാൻ, എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള ഇൻഫോർമേഷൻസിലേക്ക് നമുക്ക് കൂടുതൽ കാര്യങ്ങൾ ആഡ് ചെയ്യാൻ, ഫ്ലോ ചെയ്യാനായിട്ട് കാര്യം എന്താ പറയാ ഈ ഡാറ്റ കളക്ഷൻ കൊണ്ട് ഒരു എന്താ പറയാ ഒരു അഡ്വാൻറ്റേജ് നേട്ടമുണ്ട് എന്നാണ്. ഇനി എന്താണ് പറയാ ഡാറ്റ കളക്ഷൻ, അതുപോലെ തന്നെ അതിന്റെ അനാലിസിസ്, പേഷ്യൻസിന്റെ കയ്യിൽ നിന്നൊക്കെ ഡാറ്റാസ് ഒക്കെ കളക്ട് ചെയ്യുമ്പോൾ നമ്മൾ ഡാറ്റ കളക്ട് ചെയ്യും, അത് അനലൈസ് ചെയ്യും. പക്ഷെ ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോഴും ഇറ്റ് ഈസ് വെരി നെസസറി ടു റിമെമ്പർ ദാറ്റ് ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട്. എന്താ, പേഷ്യന്റ് പ്രൈവസി മസ്റ്റ് ബി പ്രൊട്ടക്റ്റഡ്. പേഷ്യന്റിനെ സംബന്ധിക്കുന്ന ഡാറ്റാസ് അവരോട് കളക്ട് ചെയ്യാണല്ലേ, അപ്പോ അവരെ സംബന്ധിക്കുന്ന ഡാറ്റാസ് മറ്റെവിടേക്കെങ്കിലും പുറത്തേക്ക് പബ്ലിഷ് ചെയ്യാനോ അല്ലെങ്കിൽ അവന് അനാവശ്യമായ രീതിയിൽ മറ്റ് ആളുകളിലേക്ക് പകരാനോ ഒന്നും പാടില്ല. അത് വളരെ പ്രൈവറ്റ് ആയിട്ട് സൂക്ഷിക്കേണ്ട ചില ഡാറ്റാസ് ആയിരിക്കും. സോ ഷുഡ് ബി പ്രൊട്ടക്റ്റഡ് വിത്ത് പ്രൈവസി. പ്രൈവസിയോടൊപ്പം തന്നെ അവരെ പ്രൊട്ടക്ട് ചെയ്യേണ്ടത് ആവശ്യമാണ്. ബിക്കോസ് നമുക്കറിയാം പേഷ്യൻസ് പല കാര്യങ്ങളൊക്കെ ഇങ്ങനെ ചോദിച്ച് അവരോട് ചോദിക്കുന്നതനുസരിച്ച് അവർ എക്സ്പ്ലെയിൻ ചെയ്യുമ്പോൾ പല കാര്യങ്ങളും പറയും അല്ലെ. അപ്പൊ അങ്ങനെ വരുമ്പോൾ അത് പേഷ്യൻസിന്റെ ഡാറ്റയാണ്, അതായത് പ്രൈവറ്റ് ഡാറ്റയാണ്. പ്രൈവറ്റ് ഡാറ്റയാണെങ്കിൽ ഇറ്റ് ഷുഡ് ബി കെപ്റ്റ് ആസ് പ്രൈവറ്റ് ആയിട്ട് തന്നെ അത് പ്രൊട്ടക്ട് ചെയ്ത് സൂക്ഷിക്കണം. കാരണം പേഷ്യൻസ് സ്വയം ഇൻവോൾവ് ചെയ്തിട്ട് കൊടുത്തിരിക്കുന്ന ഡാറ്റാസ് ആണല്ലോ. അപ്പൊ അവരുടെ ഇതിനൊന്നും മറ്റ് കാര്യങ്ങളൊന്നും സംഭവിക്കാൻ പാടില്ല. അതിനെ പ്രൊട്ടക്ട് ചെയ്യേണ്ടതും അത്യാവശ്യമാണ്. ഓക്കെ, അപ്പൊ നമുക്ക് സെന്റൻസ് മാർക്ക് ചെയ്യാം. ദ കളക്ടഡ് ഡാറ്റ ക്യാൻ ബി ഐദർ quantitative or qualitative, such as interviews, questionnaires or comments, and data sources can be various including comments വരുന്നത്. The collected data can be either quantitative or qualitative, such as interviews, questionnaires or comments. Next.
The medical record is certainly the main source of information. ഏറ്റവും പ്രധാനപ്പെട്ട സോഴ്സ് എന്ന് പറയുന്നത് നമ്മുടെ മെഡിക്കൽ റെക്കോർഡ് തന്നെയാണ്. പക്ഷേ but it is often incomplete. ആ സെന്റൻസ് അപ്ലൈ ചെയ്യാം. The medical record is certainly the main source of information, but it is often incomplete. Okay. അടുത്തത്, it is worth pointing out. Finally, it is worth pointing out that in every moment of data collection and analysis, patient privacy must be protected. Protected very much. Yes. വായിച്ചു നോക്കാം ഒരു പാരഗ്രാഫ്. മോറോവർ തുടങ്ങി ഒന്ന് വായിച്ചു നോക്കിയാൽ ആ ഒരു കുഞ്ഞി പാരഗ്രാഫും ആ വലിയ പാരഗ്രാഫും വേഗം വായിച്ചു. Okay. ചോദിച്ചാണ് വിളിച്ച് ക്ലാസ് ഉണ്ടാവുന്ന പറഞ്ഞേ. നിങ്ങൾക്ക് ചോദിക്കാമായിരുന്നു. എന്തെല്ലാം പറഞ്ഞാലും ഓക്കെ. ഇനി നമ്മുടെ ഡാറ്റ കളക്ഷൻ ആയിരുന്നു മൂന്നാമത്തെ സ്റ്റെപ്പ്. സ്റ്റെപ്പ് 4 എന്താ? കമ്പാരിസൺ ഓഫ് കളക്ടഡ് ഡാറ്റ വിത്ത് ദ സ്റ്റാൻഡേർഡ്സ് ആൻഡ് ക്രൈറ്റീരിയൻസ്. അതായത് നമ്മള് നേരത്തെ സ്റ്റാൻഡേർഡ് ഒക്കെ ഫിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട് അല്ലെ. ഫിക്സ് ചെയ്തതിനു ശേഷം നമ്മൾ ഡാറ്റ കളക്ട് ചെയ്യുന്നു. ഇത് രണ്ടും നമ്മൾ ഇനി ഒത്തുനോക്കലാണ്. ഒത്തുനോക്കണ്ടേ അല്ലെ? നമ്മൾ ഇന്ന കാര്യം ഇത്ര വേണം, പക്ഷെ ഇപ്പൊ എത്രത്തോളം ഉണ്ട്, നമ്മൾ പേഷ്യൻസിൽ നിന്ന് കുറെ ഇൻഫോർമേഷൻസ് ഒക്കെ കളക്ട് ചെയ്തു, അതിന് നമുക്കൊരു കൺക്ലൂഷനിലേക്ക് എത്തി. അപ്പൊ ഇതൊക്കെ തന്നെയാണ്, ഇപ്പൊ ഇത്രയൊക്കെയാണ്. പക്ഷെ നമ്മൾ സ്റ്റാൻഡേർഡ് കീപ്പ് ചെയ്ത് ഇത്രയെങ്കിലും ആളുകൾ സാറ്റിസ്ഫൈഡ് ആകണം. നമ്മൾ ഡാറ്റ കളക്ട് ചെയ്ത് നോക്കി കഴിഞ്ഞപ്പോൾ 50% ആൾക്കാരെ അവരുടെ സർവീസിൽ, അതായത് ഹോസ്പിറ്റലിൽ കൊടുക്കുന്ന സർവീസിൽ എന്താ പറയാ സാറ്റിസ്ഫൈഡ് ഉള്ളൂ. എന്ന് വെച്ചാൽ ബാക്കി 50% നമ്മൾ തൃപ്തിപ്പെടുത്തിയിട്ടില്ല എന്നുള്ളതാണ് അപ്പൊ നമുക്ക് കിട്ടുന്ന കളക്ട് ചെയ്തിരിക്കുന്ന ഡാറ്റയിൽ നമുക്ക് കൺക്ലൂഡ് ചെയ്യാൻ പറ്റുക. സോ ദാറ്റ് വി ഹാവ് നോട്ട് അറ്റൈൻഡ് ദ സ്റ്റാൻഡേർഡ് ഫിക്സ്. നമ്മൾ അറ്റൈൻ ചെയ്യാൻ വേണ്ടി വെച്ചിരിക്കുന്ന 80% ആൾക്കാര് നല്ല രീതിയിലുള്ള പോസിറ്റീവ് ആയിട്ടുള്ള റിസൾട്ട് ആണ് നമുക്ക് തരേണ്ടത് എന്നാണ് നമ്മൾ വിചാരിച്ചിരുന്നത്. പക്ഷെ അവിടേക്ക് എത്തിയില്ലെങ്കിൽ അതിന്റെ അർത്ഥം എന്താണ്? നമുക്ക് കുറെ ചേഞ്ചസ് വരുത്താനുണ്ട്. സോ അതിനുവേണ്ടി നമ്മൾ കമ്പയർ ചെയ്ത് നോക്കണം. അപ്പൊ നാലാമത്തെ സ്റ്റെപ്പ് കമ്പാരിസൺ ആണ്. കമ്പാരിസൺ ഓഫ് കളക്റ്റഡ് ഡാറ്റ വിത്ത് ദ സ്റ്റാൻഡേർഡ്സ് ആൻഡ് ഡെവലപ്മെന്റ് ഓഫ് കറക്റ്റീവ് ആക്ഷൻസ്. അപ്പൊ എന്ത് ചെയ്യണം? നമ്മൾ കമ്പയർ ചെയ്ത് നോക്കി. കമ്പയർ ചെയ്ത് ശരിയാണ്, 50% നമ്മൾ സാറ്റിസ്ഫൈഡ് ഉള്ളൂ പേഷ്യൻസ്, ബാക്കി 30% നമുക്ക് തൃപ്തിയാക്കാൻ പറ്റിയിട്ടില്ല. കാരണം നമ്മള് 80% എങ്കിലും എന്തിന്റെയും ഏറ്റവും മാക്സിമം റിസൾട്ട് എന്ന് പറയുന്നത് 100% തന്നെയാണ്. 100% പേഷ്യൻസിനെയും ഹാപ്പിയാക്കി
ഇവിടെ നിന്ന് കൊടുക്കുന്ന ട്രീറ്റ്മെന്റ് കാര്യത്തിലായിക്കോട്ടെ, മെഡിസിൻസ് പ്രൊവൈഡ് ചെയ്യുന്ന കാര്യത്തിലായിക്കോട്ടെ, അല്ലെങ്കിൽ മറ്റ് ഏത് ഡിപ്പാർട്ട്മെന്റിന്റെ ഫ്രണ്ടിൽ ചെന്നാലും കുറെ നേരം ലാഗ് ചെയ്ത് നിൽക്കുക അല്ലെ, ആ വയസ്സായ ആൾക്കാരെ, പ്രായം ചെന്ന ആൾക്കാരെ, അതുപോലെ തന്നെ വയ്യാത്ത ആൾക്കാരൊക്കെ കുറെ നേരം അവിടെ നിന്ന് കഷ്ടപ്പെടുത്തുക, അതൊക്കെ ഓർഗനൈസേഷന്റെ എന്താ പറയാ പല രീതിയിലുള്ള അറേഞ്ച്മെന്റുകളുടെയും അല്ലെങ്കിൽ പല രീതിയിലുള്ള മാനേജ്മെന്റിന്റെയും എന്താ പറയാ ഒരു മോശമായിട്ടുള്ള കാര്യമാണ് അല്ലെ, അത് അവരുടെ കുഴപ്പം കൊണ്ടാണ്, അപ്പൊ അവരുടെ അപാകതകളാണ്. അപ്പൊ അതൊക്കെ നമുക്ക് കറക്റ്റ് ചെയ്ത് നല്ല രീതിയിൽ മാനേജ് ചെയ്ത് കൊണ്ടുപോയാൽ അത്തരം ഇടങ്ങളിൽ ഉണ്ടാകുന്ന ലാഗ് അല്ലെങ്കിൽ ക്വാളിറ്റി സർവീസ് കിട്ടാതെ വരാൻ അങ്ങനെ ഇല്ലാതെയാക്കുക, ഇതൊക്കെ നമുക്ക് മാനേജ്മെന്റിന്റെ ഇനാഡക്വസി തന്നെയാണ് അതിനൊക്കെ കാരണങ്ങൾ. അപ്പൊ അതൊക്കെ നമ്മൾ എന്ത് ചെയ്യണം, അതൊക്കെ കണ്ടു 80% ആൾക്കാർ റെസ്പോണ്ട് ചെയ്തിട്ടുണ്ട് നല്ല രീതിയിൽ, എന്താ പറയാ നമ്മൾ 100% റിസൾട്ട് കിട്ടുമെന്ന് ചോദിച്ചാൽ അപ്പൊ 80 കിട്ടിയെങ്കിൽ ഓക്കെ എന്നേ ഉള്ളൂ, ഓക്കെ ആയിട്ടുള്ളൂ. പക്ഷെ അത് വളരെ എന്താ പറയാ ഔട്ട്സ്റ്റാൻഡിങ് റിസൾട്ട് ആണ് എന്ന് നമുക്ക് പറയാറായിട്ടില്ല. ബിക്കോസ് ഔട്ട്സ്റ്റാൻഡിങ് വരണമെങ്കിൽ നമ്മൾ 100% അറ്റൈൻ ചെയ്തിരിക്കും. അതെല്ലാം നമ്മളിപ്പോ ഒരു 100 ആളുകളെ പേഷ്യൻസിനെ വെച്ചിട്ട് നമ്മളൊരു ഡാറ്റ കളക്ട് ചെയ്തു, അതിൽ നിന്ന് 50 പേര് എന്താ പറയാ കുഴപ്പമില്ല ഒരു ആവറേജ് രീതിയിലുള്ള റിസൾട്ട് തന്നു. ബാക്കിയുള്ളവർ കുറെ പേരൊക്കെ എന്താ പറയാ ഇനിയും കുറെ കാര്യങ്ങളുണ്ട്, ഞങ്ങൾക്ക് ഇന്ന പോരായ്മകളുണ്ടായിരുന്നു, ഞങ്ങൾ ഇന്ന ഫെസിലിറ്റീസ് ഞങ്ങൾക്ക് കിട്ടിയില്ല, ഞങ്ങളെ ഒത്തിരി നേരം അങ്ങോട്ട് കൊണ്ടൊക്കെ ഞങ്ങളുടെ ഇൻഷുറൻസ് കാര്യങ്ങളൊക്കെ ശരിയാക്കി തന്നില്ല, അങ്ങനെ ഇങ്ങനെ ഒത്തിരി കംപ്ലൈന്റ് പറഞ്ഞവരുടെ ബാക്കിയുള്ള 50%. നമ്മൾ 80% വിചാരിച്ചിട്ട് 50%മാണ് നമുക്ക് കിട്ടിയ ഒരു പോസിറ്റീവ് ആയിട്ടുള്ള റിസൾട്ട് എന്ന് പറയുന്നത്. അപ്പൊ അങ്ങനെ വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, വി ഹാവ് ടു ടേക്ക് സം കറക്റ്റീവ് ആക്ഷൻസ്. അതിനെതിരെ നമുക്ക് ചില എന്താ പറയാ കറക്റ്റ് ചെയ്യാനുള്ള ചില നടപടികൾ സ്വീകരിക്കേണ്ടതുണ്ട്. അപ്പൊ കമ്പയർ ചെയ്യുക സ്റ്റാൻഡേർഡുമായിട്ട് നമ്മൾ കളക്ട് ചെയ്ത ഡാറ്റയെ കമ്പയർ ചെയ്തിട്ട് കഴിഞ്ഞിട്ട് നോക്കിയിരിക്കില്ലല്ല. വി ഹാവ് ടു ടേക്ക് നെക്സ്റ്റ് സ്റ്റെപ്പ്, ദാറ്റ് ഈസ് ദ കറക്റ്റീവ് ആക്ഷൻസ്. അടുത്ത സ്റ്റെപ്പ് നമ്മളത് കറക്റ്റ് ചെയ്യാനുള്ള കാര്യങ്ങൾ ഉണ്ടാക്കുക. അപ്പൊ അതിന് വേണ്ടിയിട്ട് ക്ലിനിക്കൽ ഓഡിറ്റിന്റെ ഒരു സെൻട്രൽ ഫേസ് എന്നാണ് പറയുന്നത്, ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സ്ഥലമാണ് ഇത്. ഏത് നമ്മൾ സ്റ്റെപ്പ് 1, സ്റ്റെപ്പ് 2, സ്റ്റെപ്പ് 3 ഒക്കെ പറഞ്ഞു. എന്നാൽ സ്റ്റെപ്പ് 4 എന്ന് പറയുന്നത് വളരെ ക്രൂഷ്യൽ ആയിട്ടുള്ള വളരെ ക്രിട്ടിക്കൽ ആയിട്ടുള്ള ഒരു കാര്യം, ഒരു സ്റ്റേജ് കൂടിയാണ് ഈ പറയുന്ന സ്റ്റേജ് അല്ലെങ്കിൽ സ്റ്റെപ്പ് 4 എന്ന് പറയുന്നത്. ഈ ഓഡിറ്റ് ടീമിലെ പ്രൊഫഷണൽസ് ടീമുകൾ അവരുടെ ഓഡിറ്റിംഗിന്റെ അനാലിസിസും ഒക്കെ നടത്തിയതിനു ശേഷം they have to compare it with the actual result. നമ്മൾ നേരത്തെ വെച്ചിരിക്കുന്ന സ്റ്റാൻഡേർഡുമായിട്ട് ഇപ്പോഴത്തെ നമ്മുടെ ആക്ച്വൽ റിസൾട്ടുമായിട്ടൊക്കെ കമ്പയർ ചെയ്യണം എന്നുള്ളത് ആണ് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം. ഏറ്റവും ഇമ്പോർട്ടന്റ് സ്റ്റേജും ഇത് തന്നെയാണ്. ഓക്കെ, ഈ ഒരു സ്റ്റേജിന്റെ ബേസിസിലാണ് ഈ ഒരു ഇൻസ്പെക്ഷൻ ആൻഡ് ഓൾസോ ദ കമ്പാരിസൺ ഇൻസ്പെക്ട് ചെയ്തു കമ്പയർ ഒക്കെ ചെയ്തതിന് ശേഷമാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഇതിന്റെ ഇഫക്റ്റീവ് ആയിട്ടുള്ള നെക്സ്റ്റ് സ്റ്റെപ്പിലേക്ക് കറക്ഷൻ എന്തെങ്കിലുമൊക്കെ പോരായ്മകളൊക്കെ ഉണ്ടെങ്കിൽ ആ പോരായ്മകളൊക്കെ നികത്തി അല്ലെ, നമ്മൾ ഉദ്ദേശിക്കുക നമ്മൾ അറിഞ്ഞോ അറിയാതെയൊക്കെ ഉണ്ടാകുന്ന ചില അപാകതകൾ, ആ ഒബ്സ്റ്റാക്കിൾസ്, ആ തടസ്സങ്ങളൊക്കെ മാറ്റി ഇഫക്റ്റീവായിട്ട് നമുക്ക് മുന്നോട്ടേക്ക് കൊണ്ടുപോകാൻ പറ്റും. മനസ്സിലായോ? അപ്പൊ അതിന് we have to compare the standard and the ആക്ച്വലും സ്റ്റാൻഡേർഡുമായിട്ട് നമുക്ക് കമ്പയർ ചെയ്യണം. അതാണ് ഇനി 4ാമത്തെ സ്റ്റെപ്പിൽ നടക്കുക. ക്ലിയർ ആയോ? ഓക്കെ, അപ്പൊ സെന്റൻസ് അണ്ടർലൈൻ ചെയ്തുകൊണ്ടാ this is that means the comparison of collected data with the standard എന്ന് പറയുന്നത് is the central phase of clinical audit. In the phase, the team of professionals interested in the audit analysis the data and compares them with the preset standards. preset ചെയ്തിരിക്കുന്ന സ്റ്റാൻഡേർഡും കളക്ട് ചെയ്തിരിക്കുന്ന ഡാറ്റയുമായിട്ട് കമ്പയർ ചെയ്യുന്നു. ആര് ഓഡിറ്റ് ടീം പ്രൊഫഷണൽസ്. അതാണ് ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട മുഖ്യമായ ഒരു ഫേസ്, ഒരു മേഖല എന്ന് പറയുന്നത്. ഓക്കെ, ഇമ്പോർട്ടന്റ് ആണ് അത്. അടുത്തത് ഈ ഓഡിറ്റിംഗ് കൊണ്ടുള്ള ഫെസിലിറ്റേറ്റിംഗ് ഫാക്ടേഴ്സും അതുപോലെ തന്നെ ഇഫക്റ്റീവ് ആയിട്ടുള്ള ക്ലിനിക്കൽ ഓഡിറ്റിന്റെ അതിന് തടസ്സം നിൽക്കുന്ന ബാരിയേഴ്സ്, തടസ്സങ്ങളും ആണ് പറയുന്നത്. അതായത് നമുക്ക് അനുകൂലമായിട്ടുള്ള ചില കാര്യങ്ങൾ ഓഡിറ്റിംഗ് കൊണ്ടുണ്ട്, അതുപോലെ തന്നെ അതിന് ഓഡിറ്റിംഗിന്റെ തടസ്സം നിൽക്കുന്ന ചില കാര്യങ്ങളുണ്ട്. അപ്പൊ അത് രണ്ടും ഒരു പെട്ടി പോലെ കൊടുത്തിട്ടുണ്ട്. നമുക്ക് അടുത്ത ദിവസം എടുക്കുന്നുള്ളൂ. ഞാൻ ഇവിടെ വരെ നിർത്താണ്. അപ്പൊ വേഗം വായിച്ചു സ്റ്റെപ്പ് 4. ആളുകളൊന്നല്ലേ ഇപ്പം ഞാൻ വിചാരിച്ചു തുടങ്ങിയപ്പോ 16-17 പേരെ കണ്ട് ഉണ്ടായിരുന്നുള്ളൂ. നിങ്ങൾ തന്നെ ചോദിച്ചത് കേട്ടാ.
നാളെ ക്ലാസ് ഉണ്ട്. വിളിച്ചോ? വീട്ടിൽ പോയി ഐശ്വര്യ വിളിച്ചോ? വിളിച്ചോ? ബാക്കി നമുക്ക് അടുത്ത ദിവസം എടുക്കാം. അടുത്തോടത്തോളം വരെ വായിച്ച് പഠിക്കുക കേട്ടാ. ഓക്കെ, അപ്പൊ നാളെ ക്ലാസ് ഉണ്ടെന്നാണ് മെസ്സേജ് ഉണ്ടെന്ന് പറയുന്നു. ഓക്കെ, സി യു. ഹാപ്പി ഈസ്റ്റർ. ഈസ്റ്റർ ഒക്കെ ആഘോഷിച്ചിട്ട് നമുക്ക് പിറ്റേ ദിവസം കാണാം. ഓക്കെ, ഹാപ്പി ഈസ്റ്റർ. താങ്ക് യു. അടുത്ത ടീച്ചർ വരുമ്പോഴൊക്കെ തന്നെ വരും മാം.